ഞാൻ ജോസിമോൻ റാണി. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ കടുമഞ്ചിറ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നിൽക്കുന്നത്. ഇവിടുത്തെ അടിപൊളി ഒരു വിശേഷമാണ് വീഡിയോയിൽ കൂടി നിങ്ങളിൽ എത്തിക്കുന്നത്. അപ്പോൾ വീഡിയോ മിസ് ചെയ്യാതെ കാണുക. പോയ ജനങ്ങളുടെ സ്വന്തം ടീച്ചറമ്മയാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടി നിങ്ങളിലെത്തിക്കുന്നത്. ഇത് ജെസ്സി അലക്സ്, ജനങ്ങളുടെ സ്വന്തം ടീച്ചറമ്മ. ടീച്ചർ ജീവിതത്തിൽ നിന്ന് രാഷ്ട്രീയ ജീവിതത്തിലേക്ക് കാൽ വെച്ച് കയറിയിട്ട് ഏകദേശം 21 വർഷം പിന്നിട്ടിരിക്കുകയാണ്. 2007 സർവീസ് സഹകരണ ബാങ്കിലേക്ക് മത്സരിച്ച് ജനങ്ങളുടെ മനസ്സിലേക്ക് ചേക്കേറി. പിന്നീട് 2010 മക്കപ്പുഴ ബ്ലോക്ക് മെമ്പറായി. അതിനുശേഷം 2020-21 ജില്ലാ പഞ്ചായത്ത് മെമ്പറായി. നല്ലൊരു നേതാവ് എപ്പോഴും എങ്ങനെയായിരിക്കണമെന്ന് നമുക്ക് കാണിച്ചു തരുന്നൊരു മാതൃകയോടാണ് ടീച്ചർ കോടാനുകോടി ഫണ്ടുകൾ ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോഴും സോഷ്യൽ മീഡിയയിലൊന്നും നിറഞ്ഞു നിൽക്കാത്ത ഈ ടീച്ചറുടെ ഒരു അടിപൊളി വീഡിയോ ആണ് നമ്മൾ നിങ്ങളിലെത്തിക്കുന്നത്. ഇതൊരിക്കലും ഒരു രാഷ്ട്രീയ വീഡിയോ അല്ല, രാഷ്ട്രീയ വീഡിയോ ആയിട്ട് കാണുകയും ചെയ്യരുത്. ഓക്കെ, അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക. ഉദ്ഘാടനം ചെയ്യാൻ പോവാണ്, അതിന് മേഡത്തെ ക്ഷണിക്കുന്നു. കടുമഞ്ചിറ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഈ ജില്ലാ പഞ്ചായത്ത് നമുക്ക് അനുവദിച്ചു തന്ന 15 ലക്ഷം രൂപയുടെ ഹയർ സെക്കൻഡറിയുടെ ആ ഒരു ബിൽഡിങ്ങിൻ്റെ ഉദ്ഘാടനമാണ് ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജെസ്സി അലക്സ് മാഡം ഇവിടെ നിർവഹിക്കാൻ പോകുന്നത്. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ബ്ലോക്ക് മെമ്പർ ഗ്രേസ് തോമസ് അവറുകൾ, അതോടൊപ്പം തന്നെ ഇവിടെ എത്തിയിരിക്കുന്ന CPM-ൻ്റെ നാർമൽ ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി SR സന്തോഷ് കുമാറുണ്ട്. അതോടൊപ്പം തന്നെ BJP-യുടെ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ PK കമലാസൻ അവറുകളുണ്ട്. അതോടൊപ്പം തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ, വാർഡ് മെമ്പർ ശ്രീ സന്ധ്യ അനിൽകുമാർ, ഇവിടുത്തെ സ്കൂളിൻ്റെ പ്രിൻസിപ്പാൾ ബഹുമാനപ്പെട്ട ജയഹരി സാറുണ്ട്, HM മീന ടീച്ചർ, എത്തിയിരിക്കുന്ന അധ്യാപകർ, പ്രിയ വിദ്യാർത്ഥിനികളെ എല്ലാവരുടെയും അനുവാദപ്രകാരം ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്തിൻ്റെ ആദരണീയ മെമ്പർ ജെസ്സി അലക്സ് മാഡം ഈ ജില്ലാപരത്തിൻ്റെ ഇവിടെ ഇപ്പോൾ ഉദ്ഘാടന കർമ്മം, ഈ സ്കൂളിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ പോവുകയാണ്. എല്ലാവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളു. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ പ്രിയപ്പെട്ട PTA പ്രസിഡന്റ് ശ്രീ മനോജ്, ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രിയപ്പെട്ട അംഗം ശ്രീ ഗ്രേസി തോമസ്, വാർഡ് മെമ്പർ സന്ധ്യ അനിൽ, പ്രിയപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ, പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ ജയഹരി സാറ്, പ്രിയപ്പെട്ട HM, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ, ഒത്തിരി സന്തോഷമുണ്ട്. ജില്ലാ പഞ്ചായത്തിൻ്റെ പദ്ധതി പ്രകാരം ഇവിടെ നമുക്ക് ഒരു ലാബ് നല്ല രീതിയിൽ നവീകരിച്ച് ഇത് ചെയ്യാൻ പറ്റിയെന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. നാളത്തെ കുഞ്ഞുങ്ങളെ ഏറ്റവും നല്ല രീതിയിൽ അണിയിച്ചൊരുക്കുക എന്നുള്ള ഒരു ജോലിയാണല്ലോ വിദ്യാഭ്യാസ വകുപ്പും ചെയ്യേണ്ടത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു പദ്ധതി ഇവിടെ ചെയ്തിരിക്കുന്നത്. എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഇത് ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. ഇപ്പോൾ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ നവീകരിച്ച ലാബിൻ്റെ ഉദ്ഘാടന കർമ്മം നാട മുറിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് മെമ്പർ നിർവഹിക്കുന്നു. ശ്രദ്ധിക്കുക, നമ്മൾ ഇത് ഹൈസ്കൂൾ വിഭാഗത്തിന് വേണ്ടി ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രത്യേക ഫണ്ട് ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജെസ്സി മാഡം നമുക്ക് നൽകുകയുണ്ടായി. ഇത് ഹൈസ്കൂൾ വിഭാഗത്തിലേക്കുള്ള ലൈബ്രറിയുടെ ഒരു റൂമാണ്. ഇതിന് 10 ലക്ഷം രൂപയാണ് ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് മെമ്പർ നമുക്ക് അനുവദിച്ചു തന്നിരിക്കുന്നത്. അതിൻ്റെ ഉദ്ഘാടന കർമ്മം ഇപ്പോൾ നിർവഹിക്കാൻ പോവുകയാണ്. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ജില്ലാ പഞ്ചായത്ത് മെമ്പർ, ഒപ്പം സ്കൂളിൻ്റെ പ്രിൻസിപ്പാൾ, HM, മറ്റ് രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ, വാർഡ് മെമ്പർമാരുണ്ട്. എല്ലാവരെയും
ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി ഏറെ ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് മെമ്പറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവരുടെയും അനുവാദത്തോടെ നമ്മുടെ ഈ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു. ഇപ്പോൾ നമുക്കിപ്പോൾ അവിടെ ജില്ലാ പഞ്ചായത്തിൻ്റെ ഹയർ സെക്കൻഡറി വിഭാഗത്തിലേക്ക് നമ്മൾ ഇപ്പോൾ നവീകരിച്ച് ഉദ്ഘാടനം നടത്തിയ ആ ഒരു ബിൽഡിങ്ങിലും ഈ ഒരു ബിൽഡിങ്ങിലും നമുക്ക് ധാരാളം ഫർണിച്ചറുകൾ, അവർ ലാപ്ടോപ്പുകൾ, അലമാരകളൊക്കെയും ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ടിൽ നിന്നും നമുക്ക് അനുവദിച്ചെങ്കിൽ മാത്രമേ ഇത് പൂർത്തീകരിച്ച് ഇത് ഭംഗിയാക്കാനോട് സാധിക്കുകയുള്ളൂ. അതിനുള്ള ഫണ്ട് ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് ബന്ധപ്പെട്ട് നമുക്ക് നൽകണമെന്ന് ഈ സമയത്ത് ഞാൻ അറിയുന്നു. ഡെസ്ക് ഉണ്ട്, അതുപോലെ കമ്പ്യൂട്ടർ എല്ലാം തന്നെ അവിടെ ഉണ്ട്. നമുക്കത് ആവശ്യമായ രീതിയിൽ അത് ഇവിടെ കൊണ്ടുവന്നാൽ മതി. അവിടെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്, കുഴപ്പമില്ല. കൈകളുമായെന്നും അണഞ്ഞിടുമ്പോൾ നീ കൃപയെന്നിൽ തൂകണമേ. ദൈവമേ ഞാൻ നിൻ സവിധി കൂപ്പുകൈകളുമായെന്നും അണഞ്ഞിടുമ്പോൾ നീ കൃപയെന്നിൽ തൂകണമേ. സർവജ്ഞാനത്തിൻ ഉറവിടമാം ദേവാനീ, നിന്റെ ജ്ഞാനത്താൽ എന്നെ നിറച്ചിടണമേ. ഞാൻ ചെയ്യും കർമ്മങ്ങൾ നീ കൃപയാലാകണമേ. എന്റെ വീഥികളിൽ നീ ദീപമായിടണേ. വിദ്യയേകിടും ഈ വിദ്യാലയത്തെയും നേർവഴി കാട്ടുന്നോരധ്യാപകരെയും നീ തന്നതാമെൻ മാതാ പിതാക്കളെയും നിന്നനുഗ്രഹത്താൽ നിത്യം നിറച്ചിടണമേ. ദൈവമേ ഞാൻ നിൻ സവിധി കൂപ്പുകൈകളുമായെന്നും അണഞ്ഞിടുമ്പോൾ നീ കൃപയെന്നിൽ തൂകണമേ. കൃപയെന്നിൽ തൂകണമേ. കൃപയെന്നിൽ തൂകണമേ. സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി സ്കൂളിന്റെ പ്രിൻസിപ്പൽ ശ്രീ ജയകരൻ സാറിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള എല്ലാ ബഹുമാന്യ വ്യക്തികൾക്കും നമസ്കാരം. വലിയ സന്തോഷമുണ്ട്. കാരണം വലിയ അസൗകര്യങ്ങളിലും അപര്യാപ്തതകളിലും നീങ്ങിക്കൊണ്ടിരുന്ന നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണ് ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട രണ്ട് കെട്ടിടം. നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഭൗതിക സാഹചര്യങ്ങൾ വളരെ ഉണ്ടാവുകയാണ്. അതെല്ലാവർക്കും അറിയാം. കഴിഞ്ഞ വർഷം നമ്മുടെ ജില്ലാ പഞ്ചായത്തിലൂടെ നമ്മുടെ സ്കൂളിനെ സന്ദർശിച്ചപ്പോൾ ഈ വിഷയങ്ങൾ നമ്മൾ അവതരിപ്പിച്ചപ്പോൾ അടിയന്തരമായി അനുവദിക്കാം 21 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് നമ്മൾ ഈ രണ്ട് കെട്ടിടങ്ങൾ പൂർത്തിയാക്കിയത്. രണ്ട് കെട്ടിടങ്ങൾ മാത്രമല്ല, ഹയർ സെക്കൻഡറി വിഭാഗത്തിന് വേണ്ടി ടോയ്ലറ്റ്, അതുപോലെ ഹയർ സെക്കൻഡറി ഓഫീസ് റൂം, അതുപോലെ കമ്പ്യൂട്ടർ ലാബ്, ടോയ്ലറ്റ്, അങ്ങനെ കുറേയേറെ വികസന പ്രവർത്തനങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിച്ചു. നമ്മുടെ സംസ്ഥാനമാകെ സർക്കാരിന്റെ വിദ്യാഭ്യാസ സംരക്ഷണത്തിനായി എല്ലാ സർക്കാർ സ്കൂളുകളും വലിയ മുന്നേറ്റം നടത്തുമ്പോൾ നമ്മൾ ഇപ്പോഴും അതിനകത്ത് സൗകര്യങ്ങളൊക്കെ മറ്റും നടന്നു കിട്ടിക്കൊണ്ടിരിക്കുകയാണ്.
നമ്മുടെ ഭൗതിക സാഹചര്യങ്ങൾ ഇനിയും ഒട്ടാകെ വികസിപ്പിക്കേണ്ടതുണ്ട്. നല്ല ക്ലാസ് മുറികളുടെ വെള്ളത്തിലുണ്ട്, നല്ല ലാബില്ല. ഹയർ സെക്കൻഡറിയെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവിക വിഷയങ്ങളുടെ ലാബുകൾ വളരെ എല്ലാ വിഷയങ്ങളിലും ലാബുകളുടെ അവസ്ഥയൊക്കെ വളരെ പ്രധാനമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം ജില്ലാ പഞ്ചായത്തിന്റെ വലിയ പിന്തുണ നമ്മൾ തുടർന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ബഹുമാനീയ ജെസ്സി ടീച്ചറിന്റെ എല്ലാവരുടെ പിന്തുണയും ഇനിയും ഉണ്ടാകുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. അപ്പോൾ നമ്മളെല്ലാവരുടെയും ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ സ്കൂളുകൾ എന്ന് പറയുന്നത് ഈ സമൂഹത്തിൻ്റെയാണ്, കടമങ്ങര ഗ്രാമത്തിൻ്റെയാണ്, നെടുമങ്ങാട് പഞ്ചായത്തിന്റെ സ്കൂളാണ്. അപ്പോൾ ഈ സ്കൂളുകൾ എല്ലാം നിലനിൽക്കേണ്ടതുണ്ട്. സ്കൂളിന് എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടാകുന്നത്. ഇപ്പോൾ അത്തരം കാര്യങ്ങളിൽ നമ്മുടെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളും സമൂഹത്തിലെ എല്ലാവിധ സെലിബ്രിറ്റിയായിട്ടുള്ള എല്ലാവിധ ആൾക്കാരുടെയും പിന്തുണ നമ്മൾ ആഗ്രഹിക്കുന്നു, അതിനായിട്ട് അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു അവസ്ഥയിൽ ഈ ഒരു പരിതാപകരമായ അവസ്ഥയായിരുന്നെങ്കിൽ പോലും നമ്മുടെ സമീപ പ്രദേശങ്ങളിലെ സ്കൂളുകളേക്കാൾ മികച്ച റിസൾട്ട് ഹയർ സെക്കൻഡറിയിലും അതുപോലെ തന്നെ 10ാം ക്ലാസ്സിൽ നമുക്ക് ഏറ്റവും മികച്ച റിസൾട്ട് നേടാൻ സാധിച്ചു. നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത് സംസ്ഥാന തലത്തിലോ അല്ലെങ്കിൽ ജില്ലാ തലത്തിലോ ഏറ്റവും മികച്ചതാണെന്നുള്ള അവകാശമില്ല. പക്ഷേ നമ്മുടെ സ്കൂളുകളേക്കാൾ സൗകര്യമുള്ള മറ്റ് സമീപ പ്രദേശങ്ങളിലെ സ്കൂളുകളേക്കാൾ മികച്ച റിസൾട്ടാണ് നമ്മുടെ. അപ്പോൾ അത്തരം ഇനിയും നമ്മുടെ റിസൾട്ട് മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും മികച്ച റിസൾട്ടിലേക്ക് നമ്മൾ കടക്കേണ്ടതുണ്ട്, അതിലേക്ക് എത്തിച്ചേരേണ്ടതുണ്ട്. അതിന് ഭൗതിക സാഹചര്യങ്ങൾ വികസിപ്പിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അപ്പൊ അതുകൊണ്ട് അതിനുവേണ്ട പിന്തുണ നിങ്ങളുടെ എല്ലാവരുടെയും ഈ സമൂഹത്തിലെ എല്ലാ വ്യക്തികളുടെയും പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ട് എന്നെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. നമ്മുടെ ഈ ഉദ്ഘാടന യോഗത്തിന് അധ്യക്ഷം വഹിക്കുന്നത് നമ്മുടെ ബഹുമാന്യനായ PTA പ്രസിഡന്റ് ശ്രീ EK രമേശ്. നമ്മുടെ എല്ലാ പരിപാടികൾക്കും നമുക്ക് എല്ലാവിധ പിന്തുണയും നമുക്ക് മാർഗനിർദ്ദേശം നൽകിക്കൊണ്ട് നമ്മുടെ ഒപ്പമുള്ള ആദരണീയമായ നമ്മുടെ ബഹുമാന്യനായ PTA പ്രസിഡന്റ് ശ്രീ EK രമേശ് അവർക്ക് വളരെ ഹാർദമായി ആദരവോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സ്കൂളിന്റെ വികസനത്തിൽ പ്രത്യേക താല്പര്യമെടുത്തിട്ടുള്ള നമ്മുടെ ജില്ലാ പഞ്ചായത്ത് തുടർന്ന് ഇത്തരം സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇനിയും ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നുണ്ട്. അത് അതിനുള്ള പിന്തുണ നൽകാനുള്ള ജില്ലാ പഞ്ചായത്തിനുണ്ട്. ജെസ്സി ടീച്ചർ നമുക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഈ യോഗം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി എത്തിയിരിക്കുന്ന ആദരണീയമായ ജെസ്സി ടീച്ചറിനെ ജില്ലാ പഞ്ചായത്ത് നടത്തി വളരെ ആദരവോടെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആശംസ അർപ്പിക്കാനായി മൂന്നാമത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ബീനാദേവി അവർ എത്തിച്ചേരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ശ്രീമതി ബീനാദേവി അവരുടെയും ആദരവോടെ അവരുടെ സ്ഥാനത്തിൽ സ്വാഗതം ചെയ്യുന്നു. പഞ്ചായത്ത് മെമ്പർ നമ്മുടെ മൂന്നാമത് പഞ്ചായത്തിലെ ഏറ്റവും സീനിയറായ പൊതുപ്രവർത്തകരായ ശ്രീമതി ഗ്രേസി തോമസ് അവരുടെ പൂർണ്ണമാതയോടെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ എല്ലാ പ്രോഗ്രാമുകളും വളരെ കൃത്യസമയത്താണ് പങ്കെടുക്കുന്ന നമ്മുടെ മൂന്നാമത് ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീമതി സംഘാടനത്തിന് യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പഞ്ചായത്തിലെ വിവിധ രാഷ്ട്രീയ കക്ഷികളോട് ചേർന്നിട്ടുണ്ട്. ആദ്യം CPI-എമ്മിന്റെ ലോക്കൽ സെക്രട്ടറി അവരുടെ നമ്മുടെ വിഷയത്താവുമായിട്ടുള്ള ഹയർ സെക്കൻഡറി വിഭാഗം കുട്ടിയുടെ വിഷയമായിട്ടുള്ള ശ്രീ SR സന്തോഷ് കുമാർ അവരുടെ യോഗത്തിലേക്ക് സ്വാഗതം. കോൺഗ്രസിന്റെ മുൻ പ്രസിഡന്റായ ശ്രീ രാജൻ നീറപ്പാട്ടൽ അവരുടെ വളരെ ഈ യോഗത്തിലേക്ക്
കെട്ടിടത്തിന്റെ നിർമ്മാണം സമയബന്ധിതമായിട്ട് വളരെ കൃത്യമായി പൂർത്തിയാക്കിയ നമ്മുടെ ഈ രണ്ട് വർക്കിന്റെയും ഏറ്റെടുത്ത കോൺട്രാക്ടറായ ശ്രീ ബിയൂസ് അവരുടെ അദ്ദേഹത്തെ വളരെ ആദരവോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാ കുഞ്ഞുങ്ങളെ ഒരിക്കൽ കൂടി എല്ലാവരും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം. നമ്മുടെ യോഗത്തിലെ സ്വാഗതം ആശംസിച്ച് ഈ ബഹുമാനപ്പെട്ട സ്കൂളിലെ പ്രിൻസിപ്പൽ ശ്രീ ജയഗിരി സാർ, അതോടൊപ്പം തന്നെ ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന് ഇവിടെ ഉദ്ഘാടനം നിർവഹിച്ച് നമ്മളെയൊക്കെയും വളരെ ധന്യമായ രീതിയിൽ മുന്നോട്ട് നയിക്കുന്ന ആദരണീയ ജില്ലാ പഞ്ചായത്തിൻ്റെ മെമ്പർ ശ്രീമതി ജെസ്സി അലക്സ് ടീച്ചർ, അതോടൊപ്പം തന്നെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഞങ്ങളെയൊക്കെയും ആരാധ്യയായ ബ്ലോക്ക് മെമ്പർ ഇ.സി. തോമസ് അവരുടെ, വാർഡ് മെമ്പർ ശ്രീ സന്ധ്യ അനിൽകുമാർ, എൻ്റെ പ്രിയ സുഹൃത്ത് CPM-ന്റെ നാഗമണ്ഡലം സെക്രട്ടറി SR സന്തോഷ് കുമാർ, BJP-യുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഈ ബഹുമാനപ്പെട്ട PK കമലാസൻ അവരുടെ, ഈ സ്കൂളിന്റെ എല്ലാ നിലവായ എക്സം ശ്രീമതി മീന ടീച്ചർ അടക്കം പ്രിയ കോൺട്രാക്ടർ ശ്രീ ബിനു, കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ പ്രിയ നേതാവ് ശ്രീ സുനിൽ ഇമന, മറ്റ് രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ, അതോടൊപ്പം തന്നെ ഇവിടെ എത്തിച്ചേർക്കുന്ന മാധ്യമ പ്രവർത്തകർ, നമ്മുടെ സ്കൂളിലെ പ്രിയ വിദ്യാർത്ഥിനികൾ, അധ്യാപകർ, അനധ്യാപകർ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. വളരെ ചുരുങ്ങിയ ഒരു വേദിയിലാണ് ഇവിടെ നിൽക്കുന്നത്. ഈ ഉദ്ഘാടന കർമ്മം ഞാൻ ടീച്ചറിനെ സൂചിപ്പിച്ചിരുന്നു. നമുക്ക് ആ സ്കൂളിന്റെ പ്രവേശന ഉത്സവത്തോടനുബന്ധിച്ച് ഒരു വിപുലമായ പ്രോഗ്രാമായിട്ട് ഇതിന്റെ ഉദ്ഘാടനം നടത്തണം. എന്തായാലും ടീച്ചറിന്റെ ആഗ്രഹപ്രകാരം ആവശ്യപ്രകാരമാണ് ഈ ചെറിയ വേദിയിൽ ഈ ബിൽഡിങ്ങിന്റെ ഉദ്ഘാടനം ഇവിടെ ഇന്ന് നടത്തുന്നത്. എന്തായാലും സന്തോഷമുണ്ട്. കാരണം കഴിഞ്ഞ കുറെ കാലഘട്ടമായിട്ട് കടുവഞ്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ PTA പ്രസിഡന്റായിട്ടിരിക്കുന്ന ഒരു കാലം മുതൽ ജില്ലാ പഞ്ചായത്തിന്റെ പ്രവർത്തന മേഖലകളിലും ഏറ്റവും കൂടുതൽ ഫണ്ടുകൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്നത്, വളരെ ആ പേര് നമുക്ക് മറക്കാൻ പറ്റില്ല, നമ്മുടെ മറിയാമ്മ ചെറിയ അവരോട്. മറിയാമ്മ ചെറിയ അവരോട് ഈ ജില്ലാ പഞ്ചായത്തിന്റെ ഉദ്ഘാടിക്കുന്ന സമയത്ത് ധാരാളം വികസന പദ്ധതികൾ ഈ സ്കൂളിൽ നൽകുന്നതുകൊണ്ട് ആത്മാർത്ഥമായി ശ്രമിച്ചിട്ടുണ്ട്. അതിനുശേഷം ജില്ലാ പഞ്ചായത്ത് മെമ്പറായിട്ടിരിക്കുന്ന ജെസ്സി അലക്സ് മേഖലയാണ് ഇപ്പോൾ നമുക്ക് ഇത്രയും ഫണ്ടുകളും എല്ലാവിധമായ സഹായങ്ങളും നമുക്ക് നൽകി നമ്മളെ ഈ സ്കൂളിനെ രക്ഷിക്കുവാനെ കൊണ്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ടീച്ചറിനുള്ള കടപ്പാട് നമുക്ക് വാക്കുകളോട് പറയുവാനൊന്നും പറ്റില്ല. കാരണം ടീച്ചറിന്റെ പള്ളിക്ക് അകത്ത് നിന്നുകൊണ്ട് ഇവിടെ നമ്മുടെ സ്കൂളിൽ കൊടുക്കുന്നതുപോലെ മറ്റുള്ള സ്കൂളിൽ ഫണ്ടുകൾ കൊടുക്കണം. പക്ഷെ എന്തായാലും തുടങ്ങിയ നമ്മൾ ബന്ധപ്പെട്ട ആ ഒരു സമയം മുതൽ ഈ നിമിഷത്തെയും കടുവഞ്ചേരി സ്കൂളിനോട് എന്തൊരു വാത്സല്യം, ഒരു പ്രത്യേകത ടീച്ചർ കാണിക്കുന്നുണ്ട്. ഞാൻ ആഗ്രഹിച്ചു പോകുന്നത്, കാരണം ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പർ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള റിട്ടയർഡ് ടീച്ചർമാരാണെങ്കിൽ സമീപസ്ഥ സ്കൂളുകൾക്ക് വികസനം ധാരാളം എത്തും ഒരു സംശയമുണ്ട്. കാരണം അത്രയ്ക്കും ആത്മാർത്ഥമായ രീതിയിൽ കടുവഞ്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ടീച്ചർ കാണുന്നതെങ്കിൽ അതിനർത്ഥം ഒരു തികഞ്ഞ ജനപ്രതിനിധിയാണ്, ഒരു സംശയവുമല്ല. നമ്മുടെ സ്കൂളിന്റെ മുന്നോട്ടുള്ള വികസന പദ്ധതിയിലൊക്കെയും ടീച്ചറിന്റെ പ്രവർത്തനം നമ്മൾ വേണ്ടുന്ന തരത്തിൽ പ്രയോജനപ്പെടുത്തുന്നതായിരിക്കും. അതിന് എല്ലാവിധമായ സ്കൂളിന്റെ പേരിലുള്ള പ്രവർത്തനവുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ടീച്ചറിനെയും കൂടെ നിർത്തുന്നതാണ്. ഇങ്ങനെയുള്ള ആത്മാർത്ഥമായ ജനപ്രതിനിധികളാണ് നമുക്ക് ഉണ്ടായിരുന്നത്. ഈ സ്കൂളിന്റെ വികസനത്തിന് വേണ്ടി ഇനി നമ്മൾ അഹോരാത്രം മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. നമ്മുടെ ബിൽഡിങ്ങിന്റെ ആ ശോചനീയാവസ്ഥ, ആ ബിൽഡിംഗ് പൊളിച്ചിട്ട് അവിടെ പുതിയ ബിൽഡിംഗ് പണിയുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മൾ ചെയ്യുകയാണ്. അതിന്റെ ഫലം ഉടനെ നമുക്ക് ലഭിക്കുന്നതാണ്. അതിനോടൊപ്പം നമ്മളോട് ചേർന്ന് പ്രവർത്തിക്കുകയാണ് കൊണ്ട് ടീച്ചർ സന്നദ്ധരാക്കിയിട്ടുണ്ട്. ആ ടീച്ചറിനെ മുൻനിർത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് ബഹുദൂരം പോകേണ്ടിയിരിക്കുന്നു. ഈ സ്കൂളിന്റെ വികസനം എന്ന് പറയുമ്പോൾ ഇത് നാടിന്റെ വികസനമാണ്.
ഈ നാടിന്റെ അഭിമാനമാണ് നെടുമഞ്ചിറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. ഈ സ്കൂളിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കർമ്മജീവിയായ പ്രവർത്തകർ ഈ നാട്ടിൽ ഉണ്ടാകണം. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഈ സ്കൂള് അതിന്റെ മുൻനിരയിൽ എത്തിച്ചേരുവാനും കൊണ്ടും സാധിക്കും. ഇപ്പൊ കുറച്ചു കാലം വളരെ കൊറോണ വന്ന ആശയത്തിന് ശേഷം സ്കൂളിന്റെ പ്രവർത്തനം വളരെ മന്ദഗതിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. എന്തായാലും നമ്മുടെ സ്കൂളിന്റെ റിസൾട്ട് ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. സമീപപ്രദേശത്തെ മാനവ സ്കൂളുകളിൽ നേടിയെടുക്കുന്ന ആ വിജയത്തിലേക്ക് ഉപരിയായിട്ട് നമ്മുടെ അധ്യാപകരുടെ അഹോരാത്രമായ പരിശ്രമം കൊണ്ട് നല്ല ഒരു റിസൾട്ട് ഉണ്ടാക്കുവാനെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിനെ പിന്നെ പ്രവർത്തിച്ച അധ്യാപകരെ നമുക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. വളരെ വിളിച്ചു നോക്കുന്ന അധ്യാപകർ കൃത്യസമയത്തോടെത്തി കുട്ടികളെ ഇത്തരത്തിലുള്ള ഒരു വിജയത്തിലേക്ക് എത്തിക്കുക, അവരുടെ സമയം മുഴുവൻ ഒഴിഞ്ഞു വെക്കുന്ന ഒരുപാട് നല്ല അധ്യാപകരാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് പ്രിൻസിപ്പാള് നമ്മുടെ എക്സാമ് കോഴിക്കോട് ഇവിടെ എത്തി ഇവിടെ വാടകയിൽ വീടെടുത്ത് താമസിച്ചുകൊണ്ട് ഈ സ്കൂളിനെ അങ്ങേയറ്റം നല്ല നിലയിലേക്ക് എത്തിക്കുവാനെ കൊണ്ട് അധ്യാപകർക്കൊപ്പം നമുക്കൊപ്പം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ജയില് സാറ് പുന്നൂരിൽ വരുന്നത് അദ്ദേഹത്തിന്റെ യാത്രയിൽ കൃത്യം രാവിലെ 8 മണിക്ക് മുമ്പാണ് സ്കൂൾ എത്തിച്ചേരുന്നത്. അങ്ങനെ നല്ല രീതിയിൽ അധ്യാപകരെയും ഈ വിദ്യാർത്ഥികളെയും മുന്നോട്ട് കൊണ്ടുകൊണ്ടിരിക്കുന്ന ഈ അധ്യാപകർക്ക് പിന്തുണ നൽകുവാനുണ്ട് നമുക്ക് ശക്തമായ ഒരു PTA ആവശ്യമുണ്ട്. ആ ശക്തമായ ഒരു PTA പ്രവർത്തനമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാനുള്ള ദിവസങ്ങൾ അടുത്തു വരികയാണ്. അതോടൊപ്പം തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ ഈ സ്കൂളിനുള്ള സ്നേഹം കൊണ്ടാണ് അവരൊക്കെയും എത്തിച്ചേർന്നിരിക്കുന്നത്. അവരൊക്കെയും ഈ സ്കൂളിനെ നല്ലൊരു മുന്നോട്ട് കൊണ്ടുപോകാനും കൊണ്ട് നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ ഈ സ്കൂൾ വീണ്ടും ഉയരങ്ങളിലേക്ക് എത്തിക്കുവാനും കൊണ്ട് നമുക്ക് സാധിക്കും. അതോടൊപ്പം തന്നെ ഇന്ന് വേദിയിൽ എടുത്തു പറയേണ്ട ഏറ്റവും വലിയ ഒരു വ്യക്തിയാണ് ഈ ബിൽഡിംഗിന്റെ ഈ റൂഫിന്റെ വാക്കുകൾ കൃത്യമായ രീതിയിൽ നടത്തി തന്ന പ്രിയ കോൺട്രാക്ടർ ശ്രീ ബിനു. അദ്ദേഹം എടുക്കുന്ന ഏതൊക്കെ ഈ പഞ്ചായത്തിലുള്ള എല്ലാവർക്കും അറിയാം. എടുക്കുന്ന വർക്കുകൾ വളരെ വൃത്തിയായിട്ട് വളരെ ഫിനിഷോടുകൂടി കാര്യക്ഷമതയോടുകൂടി ആ വർക്കുകൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ ബിനുവിന് ഹയർ സെക്കൻഡറി സ്കൂളിലെ PTA പേരിലുള്ള എല്ലാവരുമായ നന്ദിയും കടപ്പാടും ഈ അവസരത്തെ അറിയിക്കുകയാണ്. അദ്ദേഹത്തിന് ഒരു മൊമെന്റോ കൊടുക്കുവാനും ഒരു പൊന്നാട നടത്തുവാനും ഒക്കെ ഞങ്ങൾ ആഗ്രഹിച്ചതാണ്. പക്ഷെ അദ്ദേഹം തന്നെ പറഞ്ഞു ഈ ഒരു വേദിയിൽ ചെയ്യാൻ പാടില്ല, അദ്ദേഹത്തിന്റെ ഇതിനെ ബാധിക്കും, ഒരു കാരണവശാലും ചെയ്യരുത് എന്ന് അദ്ദേഹം നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ വേദിയിൽ ഞങ്ങൾ ആദരിക്കാതിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞു. ശരി, തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ആ മനസ്സിന് ഒരു വലിയ കൈയ്യടി നൽകുകയാണ്. കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും പ്രത്യേക നന്ദി ഞാൻ ഈ സമയത്ത് അറിയിക്കുന്നു. ഈ വേദിയിൽ എത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് മുമ്പ് ദേശീയപാത പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. നമ്മുടെ സ്കൂളിന് വേണ്ടി നാടക വികസന പദ്ധതിയിൽ ഞങ്ങളോട് പ്രവർത്തിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ വാർഡ് മെമ്പർ സന്ധ്യാകുമാർ ഏത് പ്രോഗ്രാമിലും ഇവിടെ സൂചിപ്പിച്ച് എപ്പോൾ വിളിച്ചാലും ഞങ്ങൾ നമ്മളൊപ്പം പ്രവർത്തിക്കുന്ന പ്രിയ സന്ധ്യാകുമാർ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാ പ്രവർത്തനങ്ങളിലും ഞങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടാകുന്ന ആ സന്ധ്യാകുമാരുടെ പ്രവർത്തനം ഇവിടെ എടുത്തു പറയേണ്ടതാണ്, വളരെ ശ്ലാഘനീയമാണ്. രാഷ്ട്രീയ നേതാക്കന്മാരെ നിങ്ങളുടെയൊക്കെ വളരെ ഊഷ്മളമായിട്ട് ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ കർത്തവ്യം നിർവഹിക്കുകയാണ്. ഈ വൈകിയ വേളയിൽ ഈ ബിൽഡിംഗിന്റെ ഉദ്ഘാടനം ടീച്ചർ അവിടെ ഔദ്യോഗികമായിട്ട് റിബൺ കട്ട് ചെയ്ത് ചില അനാശ നടത്തിയൊക്കെ ഉദ്ഘാടനം നടത്തിയെങ്കിലും ഈ പൊതു മീറ്റിംഗിലേക്ക് ടീച്ചറിന് വളരെ ആദരപൂർവ്വം ഉദ്ഘാടനം നടത്താൻ വേണ്ടി വീണ്ടും ഔദ്യോഗികമായി ക്ഷണിച്ചു കൊടുക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ശ്രീ ഗ്രേസി തോമസ് അവർക്ക് വളരെ അത്യാവശ്യമായിട്ട് മീറ്റിംഗിൽ പങ്കെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഉദ്ഘാടകയുടെ നിർദ്ദേശവും എല്ലാവരുടെയും തീരുമാനപ്രകാരം ഇപ്പോൾ നമുക്ക് സംസാരിക്കാൻ വേണ്ടി ശ്രീമതി ഗ്രേസി തോമസ് അവരെ ക്ഷണിക്കുന്നു. ശ്രീ മനോജ്, ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാനെത്തിയിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ഏറ്റവും പ്രിയങ്കരിയായ ശ്രീമതി ജെസ്സി അലക്സ്, അതുപോലെ തന്നെ ഇപ്പോൾ ഈ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ഈ വാർഡിൻ്റെ മെമ്പർ ശ്രീ സന്ധ്യ അനിൽകുമാർ, ശ്രീ SR സന്തോഷ് കുമാർ, TK കമലാസൻ, അനിൽ,
ഇവിടെ എത്തിയിട്ടുള്ള പ്രിയമുള്ള അധ്യാപക സുഹൃത്തുക്കളെ, പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, പ്രിയമുള്ള മാതാപിതാക്കളെ, ജെസ്സി അലക്സിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഒരു അധ്യാപിക ആയിരുന്നത് കൊണ്ട് തന്നെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് കുഞ്ഞുങ്ങളുടെ വളർച്ചയ്ക്ക് എപ്പോഴും പറയും എൻ്റെ പിള്ളേർ. ഞാൻ പറയാതെ കഴിഞ്ഞല്ലോ നിർത്ത എന്നൊക്കെ പറഞ്ഞാലും എല്ലാ സമയങ്ങളിലും പറയാറുള്ളൊരു പല്ലവിയാണ് എൻ്റെ കുഞ്ഞുങ്ങൾ. അപ്പോൾ ഒരു അധ്യാപിക ആയിരുന്നത് കൊണ്ട് തന്നെ വിദ്യാഭ്യാസ മേഖലയോടെ ഏറ്റവും കൂടുതൽ താല്പര്യം വെച്ച് പുലർത്തുന്ന ഒരാളെന്നുള്ള നിലയിൽ ഈ ഇപ്പോൾ ചെയ്തതും ഇനി ചെയ്യാനുള്ളതുമായ ഒട്ടേറെ കാര്യങ്ങൾ നമ്മളുടെ പ്രിയപ്പെട്ട ജെസ്സി അലക്സിനെ ഏൽപ്പിച്ചു കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പഞ്ചായത്തിലൊക്കെ ആയിരുന്ന സമയത്ത് ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാനും ഈ സ്കൂളിൻ്റെ സർവ്വതോന്മുഖ വികസന പ്രവർത്തനങ്ങൾ കാണുവാനും അതിൽ പങ്കാളിയാകുവാനും ഒക്കെ എനിക്ക് അവസരം ലഭിച്ചു. എന്നാൽ ഇപ്പോൾ ഒരു സങ്കടം നിങ്ങളുടെ മുമ്പിൽ അറിയിക്കുക. ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ ഇത് ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിലുള്ള ഹൈസ്കൂൾ. ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം സ്കൂളുകളുമായി ബന്ധപ്പെട്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതാണ് അവസ്ഥ. അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ചെയ്താൽ കൊള്ളാമെന്നൊക്കെ മനസ്സിലാക്കിയ ആഗ്രഹമുണ്ട്. ഞാൻ അത് എൻ്റെ സഹോദരി ജെസ്സി അലക്സിനെ അങ്ങ് ചുമതലപ്പെടുത്തി അവിടെ അത് ചെയ്യും ഇവിടെ ഇത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് നമുക്കത് ചെയ്യാൻ കഴിയാത്തതുകൊണ്ടാണ്. അപ്പം ഇപ്പം ഇവിടെ ചെയ്തിരിക്കുന്ന ഈ നല്ല പ്രവൃത്തി, ഈ സ്കൂളിൻ്റെ സർവോന്മുഖ വികസനം എന്ന് പറയുമ്പോൾ അതിനായി ബിൽഡിങ്, ഒട്ടേറെ കാര്യങ്ങൾ ഇവിടെ ചെയ്തു തീർക്കാനുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട ജെസ്സി അലക്സിനെ ഈ സന്ദർഭം അഭിനന്ദിക്കുകയാണ്. തുടർന്നുള്ള സ്കൂളിൻ്റെ മുൻപോട്ടുള്ള പോക്കിലേക്ക് ഇനിയും ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തു തീർക്കുവാനുമുണ്ട്. അതൊക്കെ പ്രിയമുള്ള ജെസ്സി അലക്സ് ചെയ്തു തീർക്കും എന്നുള്ള ആ ഒരു പ്രത്യാശ. ഞാനിപ്പോഴും ഈ പരിപാടി തീരുന്നവരെയൊക്കെ എനിക്ക് ബ്ലോക്കിലൊരു കമ്മിറ്റി ഉണ്ട്, അതുകൊണ്ടാണ് പോകാൻ തിടുക്കം കാണിക്കുന്നത്. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഞാൻ പോവുകയാണ്. മറ്റ് കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് പുറകാലെ വരികയും പോവുകയും കാണുകയും ഒക്കെ ചെയ്യാം. എന്തായാലും നിങ്ങളോടൊപ്പം തന്നെ ഞാനൊരു കാര്യം വിട്ടുപോയി. ഇവിടെ പിന്നെ കോൺട്രാക്ടർ, അതുപോലെ തന്നെ പിന്നെ മാധ്യമ പ്രവർത്തകർ ഒക്കെ എത്തിയിട്ടുണ്ട്. അവരെ ഞാൻ വിട്ടുപോയി, സോറി. അപ്പോൾ നിങ്ങളുടെ എല്ലാം തുടർന്നുള്ള പ്രവർത്തനത്തിൽ കടുവിഞ്ചിറ ഹയർ സെക്കൻഡറി സ്കൂളിന് വേണ്ടിയുള്ള നിങ്ങളുടെ നിർലോഭമായ സഹായങ്ങൾ ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ വന്നു ചേരാനും എല്ലാ സൗകര്യപ്രദമായ ഒരു സ്കൂളാണ് കടുവിഞ്ചിറ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വികസനം നമ്മുടെ ലക്ഷ്യമാക്കിക്കൊണ്ട് മുൻപോട്ട് പോകാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് കമ്മിറ്റിയുടെ പേരിലുള്ള എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു. നന്ദി. ഗ്രേസി, പ്രിയപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീമതി ഗ്രേസി തോമസിനോടുള്ള നന്ദി അറിയിക്കുന്നു. നമ്മുടെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ PTA പ്രസിഡന്റ് ശ്രീ മനോജ്, ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീമതി സന്ധ്യ കുമാർ, പ്രിൻസിപ്പല് ലഹരി സാറ്, HM സീമ ടീച്ചർ, പ്രിയപ്പെട്ട സന്തോഷ്, പ്രിയപ്പെട്ട PK കമലാസനൻ, പ്രിയപ്പെട്ട അധ്യാപകര്, അനധ്യാപകര്, വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരെ, ഒത്തിരി സന്തോഷമുണ്ട് ഇത്തരത്തില് നമുക്ക് 25 ലക്ഷം രൂപ ഈ സ്കൂളിന് വേണ്ടി, കടുവീഞ്ചിറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് വേണ്ടി ചിലവഴിച്ച് കെട്ടിടം നിർമ്മിക്കാൻ കഴിഞ്ഞതിന്. കാരണം നമുക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്, എല്ലാം നമ്മൾ സാധിച്ചു വരുന്നേ ഉള്ളൂ. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി ഇത്ര വർഷമായി എങ്കിൽ പോലും നമ്മളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ എല്ലാം തന്നെ നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഹയർ
ഹയർ സെക്കൻഡറി ആയിട്ടും നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്, അല്ലെങ്കിൽ ആ രീതിയിൽ നമ്മുടെ വിഭവങ്ങളെ സമാഹരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറെ യാഥാർത്ഥ്യം. ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലുള്ള ഒരു സ്കൂളാണ്, എനിക്ക് 3 സ്കൂളുകളാണുള്ളത്. അതിൽ വെച്ചുസറയും ഇടമുറിയിലും ഉന്നത നിലവാരത്തിലുള്ള കെട്ടിടങ്ങൾ നിർമ്മിക്കപ്പെട്ടു. ഇനിയും നമുക്ക് ഇവിടെയാണ് കെട്ടിടം നിർമ്മിക്കേണ്ട ആവശ്യമുള്ളത്. അതിനുവേണ്ടിയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഈശ്വര നിശ്ചയമുണ്ടെങ്കിൽ ഉടനെ തന്നെ നമുക്ക് പുതിയൊരു കെട്ടിടം ഇവിടെ ഉണ്ടാവുകയും നമ്മുടെ ഹയർ സെക്കൻഡറിയുടെയും ഹൈസ്കൂളിൻ്റെയൊക്കെ ശോചനീയാവസ്ഥ പരിഹരിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഓരോ ഗവൺമെന്റുകളും അവരുടെ ആൾക്കാരുടെ ജനങ്ങളുടെ ഭൗതിക ആവശ്യങ്ങൾ നേടിയെടുക്കാനുള്ള കാര്യങ്ങളാണല്ലോ ചെയ്യുന്നത്. അത്തരത്തിൽ അതും ഇവിടെയും എത്തും എന്നുള്ളതിൽ സംശയമില്ല. എന്നാൽ ആദ്യപടിയായി ജില്ലാ പഞ്ചായത്ത് ലഭിച്ച ഫണ്ട് ഞാനിവിടെ വെക്കുകയും അത് സാധിച്ചു തരാൻ ഏറ്റവും എന്നെ സഹായിച്ചത് നമ്മുടെ കോൺട്രാക്ടറാണ് ബിനു. ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും പെട്ടെന്ന് തന്നെ ഇത് ചെയ്തു തന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ സുനിൽ എബിന അദ്ദേഹവും എനിക്ക് എല്ലാ നിർദ്ദേശങ്ങളും തന്നിരുന്നു. പിന്നെ നമ്മൾ ഫണ്ട് വെച്ചതിന് ശേഷം പ്രിൻസിപ്പൽ ആണെങ്കിലും നമ്മുടെ HM ആണെങ്കിലും എല്ലാ സഹായങ്ങളും അധ്യാപകരും അനധ്യാപകരും PTA പ്രസിഡന്റും എല്ലാം ഇതിനു വേണ്ടി നമുക്ക് ഇത് ഗവൺമെന്റിന്റെ പൈസ ആകുമ്പോൾ ഇതിന്റെ ഓരോ പൈസയ്ക്കും കണക്കുള്ളത്. അപ്പൊ അത് വളരെ കൃത്യമായിട്ട് വിനിയോഗിക്കേണ്ടതും അത് അർഹതയുള്ളവരിൽ എത്തുക എന്നുള്ളതും ഏറ്റവും പ്രാധാന്യം വഹിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം പൊതുപ്രവർത്തക എന്ന നിലയിൽ അത് എനിക്ക് ഏറെ ഭംഗിയായിട്ട് നിർവഹിക്കാൻ കഴിയും എന്നുള്ളതാണ് ഏറെ ചാരിതാർത്ഥ്യമുള്ള കാര്യം. വിദ്യാഭ്യാസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു വ്യക്തിയുടെ സമഗ്ര വികസനമാണ്. അപ്പം നമ്മൾ ഇവിടെ വരുന്ന കുട്ടികളെ അതിന്റെ ഏറ്റവും നല്ല മൂല്യങ്ങൾ, സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും ആത്മാഭിമാനത്തിന്റെയും പരസ്പര ബഹുമാനത്തിന്റെയും ഒക്കെ പാഠങ്ങൾ പഠിപ്പിച്ചു വിടുകയാണ് ഒരു വിദ്യാലയം കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. അത് ഏറെ ഭംഗിയായിട്ട് നിർവഹിക്കാൻ നമ്മുടെ കടിമീഞ്ചിറ സ്കൂളിന് കഴിയുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ റിസൾട്ടൊക്കെ വന്നപ്പോൾ ഞാൻ പരിശോധിച്ച് നോക്കി, ഒട്ടും മോശമല്ലാത്ത രീതിയിലുള്ള ഒരു റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയും ആണെങ്കിലും നമ്മൾ ആ രീതിയിൽ മുന്നോട്ട് പോകണം. കുറച്ചുകൂടെ നമ്മൾ നന്നായിട്ട് കുട്ടികളെ പരിശീലിപ്പിക്കുന്നതിനും പഠിക്കുന്നതിനുള്ള അവസരം നമുക്കറിയാം. മറ്റു പല രംഗങ്ങളിലൊക്കെ നോക്കുമ്പോൾ 1-2 കുട്ടികളെ അവരുടെ വീട്ടിലിരുത്തി കുറെ നേരം പഠിപ്പിച്ച്, അല്ലെങ്കിൽ ഒരു ട്യൂഷൻ സ്കൂളിലും കഴിഞ്ഞാണെങ്കിലും വീട്ടിലൊരു അധ്യാപകനെയൊക്കെ വെച്ച് പഠിപ്പിക്കുന്ന കുട്ടികൾക്കായിരിക്കും 100 മേടിക്കുന്ന ഒരവസ്ഥ വരുന്നത്. നിങ്ങൾ ഇവിടെ നമുക്കറിയാം കൂടുതലും ഒരു മുഖത്ത് നിന്ന് കിട്ടുന്ന ആ പഠനത്തിൽ നിന്ന് മാത്രമാണ് നിങ്ങൾ ഇത്തരത്തിലൊരു വിജയത്തിലേക്ക് എത്താൻ കഴിയുന്നത്. നമ്മുടെ വീട്ടില് ഒരു പക്ഷേ മാതാപിതാക്കൾക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള അവസരം ഉണ്ടാകുന്നില്ലായിരിക്കും. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ, നല്ലതായിട്ട് നമ്മുടെ അധ്യാപകർ പറയുന്നത് കേൾക്കുക. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമുക്ക് മാധ്യമങ്ങളിലൂടെ അല്ലെങ്കിൽ വെർച്വൽ വിദ്യാഭ്യാസമായിരുന്നു കൂടുതലായിട്ട് നമുക്കുണ്ടായിരുന്നത്. അധ്യാപകർ പറഞ്ഞു തരുന്നത് ഗുരുമുഖത്തു നിന്നല്ലാതെ പഠിക്കുകയും അത് പരീക്ഷയ്ക്ക് എഴുതുകയൊക്കെ ചെയ്യുന്ന ഒരു രീതിയിൽ നിന്ന് പോയി നമുക്ക് എല്ലാം ഈശ്വരന്റെ മുൻപിൽ എന്താണ് സംഭവിക്കുന്നത് എന്നതിനെ കുറിച്ച് വലിയൊരു ധാരണയൊന്നുമില്ല. കിട്ടുന്ന അവസ്ഥയിൽ ഏറെ നല്ല രീതിയിൽ ഞാൻ ഇവിടെ PTFസിനൊക്കെ പറഞ്ഞതുപോലെ ഒരു അധ്യാപിക എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ സ്നേഹം ലഭിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം എൻ്റെ കുഞ്ഞുങ്ങള് ഒരിക്കലും മാർക്ക് കുറയാനോ അല്ലെങ്കിൽ ഭക്ഷണമില്ലാതിരിക്കാനോ വസ്ത്രമില്ലാതിരിക്കാനോ ഞാൻ ഏറെ ശ്രദ്ധിച്ചിരുന്നു. ഞാൻ ഒട്ടും സമ്പന്നയല്ല, എന്നാൽ നമ്മുടെ അധ്യാപകരുടെ ചുമതല ഇത് മാത്രമേ ഉള്ളൂ. നമ്മുടെ മുൻപിലെത്തുന്ന ഒരു കുട്ടി നമുക്ക് 100% വിജയം എന്നതിലുപരി അവൻ ജീവിതത്തിന്റെ മൂല്യങ്ങളെ മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിനും സഹായിക്കുന്നതിനും ഒക്കെ കഴിവും പ്രാപ്തിയുമുള്ള കുട്ടികളായിട്ട് നമുക്ക് അവരെ വളർത്തിയെടുക്കേണ്ടതുണ്ട്. ഇന്ന് നമ്മുടെ മുൻ രാഷ്ട്രപതിയായിരുന്ന APJ അബ്ദുൽ കലാമിന്റെ ചരമദിനമാണ്. സ്വപ്നം കാണാനാണ് അദ്ദേഹം പറഞ്ഞത്. കുട്ടികൾ സ്വപ്നം കാണുക. അദ്ദേഹം ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് വന്ന്, രാമേശ്വരം എന്ന് പറയുന്ന ചെറിയ ഗ്രാമത്തിൽ നിന്ന് വന്ന് ഇന്ത്യയുടെ പ്രഥമ പൗരനായി തീർന്ന വ്യക്തിയാണ്. ഒരിക്കലും സ്വപ്നം കാണാൻ പറ്റത്തില്ല, എന്നാൽ അദ്ദേഹം സ്വപ്നം കണ്ടിരുന്നു. അദ്ദേഹത്തിനെ കുറിച്ചൊക്കെ ഒത്തിരി പറയാനുണ്ട്. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് റോക്കറ്റ് വിക്ഷേപണം മുതൽ എല്ലാ കാര്യങ്ങളും ഇന്ന് കാണുന്ന ഇന്ത്യയെ സൃഷ്ടിച്ചെടുത്ത വലിയൊരു വ്യക്തിയാണ് APJ അബ്ദുൽ കലാം.
അദ്ദേഹം നമ്മളോട് പറഞ്ഞത് ഇതാണ്: സ്വപ്നം കാണുക. എനിക്കിവിടെയുള്ള എല്ലാ കുഞ്ഞുങ്ങളോടും പറയാനുള്ള ഒറ്റ വാക്കിതേ ഉള്ളൂ: നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു സ്വപ്നം കാണുക, ആ സ്വപ്നത്തിന് വേണ്ടി പരിശ്രമിക്കുക. ആ പരിശ്രമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എത്തിച്ചേരാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു സത്യം. നമുക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. കഠിനാധ്വാനം ചെയ്താൽ നമുക്ക് ഏത് കാര്യവും നേടിയെടുക്കാൻ പറ്റും. ഇന്നത്തെ കാലത്ത് നിങ്ങളെ ഒപ്പം സഹായിക്കാൻ നിങ്ങളുടെ അധ്യാപകരുണ്ട്, പൊതുസമൂഹമുണ്ട്. ഇന്ന് പണ്ടത്തെക്കാൾ ഉപരി നമുക്കറിയാം, ഗ്രൂപ്പുകളിലൂടെയൊക്കെ സഹായങ്ങൾ ലഭ്യമാകുന്ന ഒരു സമയമാണ്. ഇതെല്ലാം തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉപയോഗപ്പെടുത്താം. നമുക്ക് നല്ല രീതിയിലുള്ള പഠനത്തിനുള്ള വലിയ അവസരമാക്കി ഇതിനെ എല്ലാം മാറ്റിയെടുക്കണം. നല്ല കുഞ്ഞുങ്ങളായിട്ട് വളരട്ടെ, അതിനുള്ള അവസരം ലഭിക്കട്ടെ. ജില്ലാ പഞ്ചായത്തിന്റെ മുമ്പിരുന്ന മെമ്പർമാരും ശ്രീ എം ജി കണ്ണനും അറിയാമ ചെറിയാനും അറിയാമ സൈമിനും ഒക്കെ തന്നെ ഈ സ്കൂളിനെ ഏറെ കരുതിയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ ഗ്രാമപഞ്ചായത്തും ഏറെ കരുതുന്നുണ്ട്, ഈ നാട്ടുകാരും ഈ സ്കൂളിനെ ഏറെ കരുതുന്നുണ്ട്. കാരണം ഇവിടെ ഈ കുഞ്ഞുങ്ങൾ വളർന്നാൽ മാത്രമേ ഈ നാടിന്, ഈ ലോകത്തിന്റെ മുൻപില് ഒന്ന് പ്രകാശിക്കുവാന്, ഒന്ന് വെളിച്ചമാകുവാന് കഴിയുകയുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ ഈ നാടിന്റെ പ്രാർത്ഥന എപ്പോഴും കുഞ്ഞുങ്ങളോടൊപ്പമുണ്ട്, ഇവിടുത്തെ വികസനത്തോടൊപ്പമുണ്ട്. നമുക്ക് ഇവിടുത്തെ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമമോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ ഒക്കെ ഒന്ന് ക്രമീകരിച്ച് കുറച്ചുകൂടെ നമുക്ക് കാര്യങ്ങൾ ഭംഗിയാക്കാനുള്ള ശ്രമം നടത്താം. 10-12 ക്ലാസ്സുകളിലെ ഉന്നത വിജയത്തിന് വേണ്ടിയുള്ള ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതികൾ, ഇതിന്റെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ അധ്യാപകർക്ക് അറിയാമല്ലോ. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏത് സഹായവും നമുക്ക് ജില്ലാ പഞ്ചായത്തിൽ നിന്നുണ്ടാകും, പ്രത്യേകിച്ച് എന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകും എന്നുള്ള കാര്യത്തിലെല്ലാം ഉണ്ടാകും എന്ന് മാത്രം പറയുന്നു. പിന്നെ നമുക്ക് കമ്പ്യൂട്ടറും ബെഞ്ച് ഡെസ്കും ഒക്കെ പണിത് ഇട്ടിട്ടുണ്ട്. നമുക്ക് ആവശ്യമായത് ലഭ്യമാകും എന്നാണ് കരുതുന്നത്. ഇനി നമുക്ക് ഈ വർഷം ലഭ്യമായില്ലെങ്കിൽ തന്നെ ഞങ്ങളുടെ പഞ്ചായത്തിന്റെ, ജില്ലാ പഞ്ചായത്തിൽ ഡിവിഷൻ മെമ്പർ എന്ന നിലയിൽ കിട്ടുന്ന ഫണ്ട് ഉപയോഗിച്ച് തന്നെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കുന്നതിനുള്ള ഒരു ക്രമീകരണം ചെയ്യും. ഒരു തരത്തിലും നിങ്ങൾ മറ്റൊരു സ്കൂളിനേക്കാൾ നമുക്ക് മോശമാകേണ്ട ഒരു സാഹചര്യവും കടമീറ്റ സ്കൂളിനില്ല. എല്ലാം നല്ല രീതിയിൽ തന്നെ നമുക്ക് കൊണ്ടുപോകണം. നമുക്കറിയാം, ഗവൺമെന്റ് സ്കൂളിലെ അധ്യാപകരുടെ നിലവാരം, ഏറ്റവും മിടുക്കരായ അധ്യാപകര് ടെസ്റ്റൊക്കെ എഴുതി ഒക്കെയാണ് ഇവിടെ അധ്യാപകരായിട്ട് കടന്നു വരുന്നത്. അപ്പൊ ആ ഉന്നതി, ആ ഔന്നത്യം കടുമിഞ്ഞറ എന്ന ഗ്രാമത്തിലെ കുഞ്ഞുങ്ങളിൽ എത്തണം. അവരിലൂടെ ഈ നാട് ലോകത്തിന്റെ മുൻപിൽ ഒരു മാതൃകയായിട്ട് തീരത്തക്ക വിധം വളരാന് കഴിയണം. അതിന് ഈശ്വരൻ സഹായിക്കട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്, പ്രാർത്ഥിക്കാനുള്ളത്. അപ്പം ഈ 25 ലക്ഷം രൂപ കൊണ്ട് നമ്മളിവിടെ ചെയ്ത കാര്യങ്ങള്, ഹയർ സെക്കൻഡറിയുടെ കെട്ടിടത്തിന്റെ നമുക്ക് കുറച്ച് ടൈലിടാനുണ്ടായിരുന്നു, 2 ടോയ്ലറ്റിന്റെ പണികൾ ചെയ്തു. പിന്നെ മുകളില് ലാബിന്റെ കെട്ടിടമാണ് ചെയ്തത്. ഹൈസ്കൂൾ വിഭാഗത്തില് നമുക്ക് കുറച്ച് ഭാഗം ടൈലിട്ടു. പിന്നെ ലൈബ്രറി കെട്ടിടമാണ് നമ്മളവിടെ ചെയ്തിരിക്കുന്നത്. എല്ലാ പരിപാടികളും ഭംഗിയായിട്ട് ചെയ്യാൻ സഹായിച്ച കോൺട്രാക്ടറോടുള്ള നന്ദി പറയുന്നു. അതുപോലെ തന്നെ എല്ലാവരോടും ഇതിന് പിന്നെ പ്രവർത്തിച്ച ഓരോരുത്തരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഈ പരിപാടി ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി. അധ്യക്ഷൻ ബഹുമാന്യനായ PTA പ്രസിഡന്റ് ശ്രീ കെ മനോജ് അവറുകൾ, നമുക്ക് സ്വാഗതം ആശംസിച്ച ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീ ജയഗിരി സാർ, നമ്മുടെ ഈ കെട്ടിടം ഉദ്ഘാടനം ചെയ്യാനെത്തിയ ബഹുമാന്യയായ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീമതി ജെസ്സി അലക്സ് അവറുകൾ, നമുക്ക് ആശംസ അർപ്പിച്ച ബഹുമാന്യയായ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ ശ്രീമതി ഗ്രേസി തോമസ് അവറുകൾ, ശ്രീമതി മീന ടീച്ചർ, നമ്മുടെ CPM-ന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി MC സന്തോഷ് കുമാർ, BJP പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ PK കമലാസൻ സർ, അധ്യാപകരെ, രക്ഷകർത്താക്കളെ, എല്ലാവർക്കും, കുഞ്ഞുങ്ങളെ എല്ലാവർക്കും നമസ്കാരം. നമുക്ക് വളരെ ഒരു സന്തോഷത്തിന്റെ ദിവസമാണ്. കാരണം ഹയർ സെക്കൻഡറി ലാബ് കെട്ടിട ഉദ്ഘാടനവും ഹൈസ്കൂൾ ലൈബ്രറി കെട്ടിട ഉദ്ഘാടനവും ബഹുമാനിയായ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ഈ 4ാം വാർഡിന് ഏറെ അഭിമാനിക്കാവുന്ന
ഒരു കാര്യമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. നമ്മുടെ ഈ ചെറിയ സ്കൂളില് ഇത്രയും കുട്ടികളെ തന്നെ നമുക്ക് ഈ വർഷം കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇവിടുത്തെ രക്ഷകർത്താക്കളുടെയും അതുപോലെ അധ്യാപകരുടെയും PTA-യുടെയും നല്ലൊരു പിന്തുണ ഇതിനകത്ത് നല്ലതായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഏത് പ്രവർത്തനം സ്കൂളിന്റെ ആയാലും നാടിന്റെ ആയാലും എന്ത് പ്രവർത്തനത്തിലും ഗവൺമെന്റ് സ്കൂളും കുട്ടികളും അധ്യാപകരും നല്ല രീതിയിൽ പ്രധാന പങ്ക് വഹിച്ചുകൊണ്ട് നടക്കുന്ന ഒരു സ്കൂളാണ്. നമുക്ക് എല്ലാവിധ ആശംസകളും നേരുന്നതോടൊപ്പം തന്നെ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീമതി ജെസ്സി അലക്സ് സാറുകൾ നമുക്ക് എന്താണ് 4ാം വാർഡിൽ ഇനി വികസനങ്ങൾ കിട്ടേണ്ടത് നമ്മുടെ മന്ത്രിമാരുടെ മുന്നിൽ തന്നെ പറഞ്ഞു, നമ്മുടെ ഇടമുറി സ്കൂൾ പോലെ ഹൈറ്റ് കാക്കണം നമ്മുടെ കടുമകര സ്കൂളും. നമുക്കത് പ്രതീക്ഷിക്കാം അല്ലേ, നമുക്ക് ആഗ്രഹിക്കാം. കാരണം നമുക്കത് ചെയ്തു തരും, നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ നമുക്കത് ചെയ്തു തരുമെന്ന് നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ റോഡിന്റെ അവസ്ഥയാണെങ്കിലും ഈ നാടിന്റെ ഈ 4ാം വാർഡിന്റെ അവസ്ഥയാണെങ്കിലും വളരെ പിന്നോക്കമാണ്. കാരണം ഒരുപാട് റോഡുകൾ മോശമായ സാഹചര്യമാണ് നമ്മുടെ 4ാം വാർഡിനായിട്ടുള്ളത്. അപ്പൊ അതിന്റെ കാര്യങ്ങളും സ്ട്രീറ്റ് ലൈന് അതുപോലെ നമുക്ക് വേണ്ട എല്ലാ വികസനങ്ങളും ജില്ലാ പഞ്ചായത്ത് വെച്ച് നടത്തി തരാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു തരാമെന്ന് നമ്മുടെ മെമ്പർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. നമുക്ക് സ്കൂളിന് വേണ്ടിയും കുട്ടികൾക്ക് വേണ്ടിയുമുള്ള എല്ലാ പ്രവർത്തനങ്ങളും നല്ല രീതിയിൽ നടത്തുന്ന നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർക്കും അതുപോലെ തന്നെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി CPM നാടക യോഗ കമ്മിറ്റിയുടെ സെക്രട്ടറി ശ്രീ S. സന്തോഷ് കുമാറിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. യോഗത്തിന്റെ അധ്യക്ഷൻ ഏറ്റവും പ്രിയപ്പെട്ട എന്റെ സഹപാഠി കൂടിയായ ശ്രീ മനോജ്, ഈ പ്രോഗ്രാമിന്റെ ഉദ്ഘാടനം നിർവഹിച്ച ഏറ്റവും പ്രിയപ്പെട്ട ജില്ലാ പഞ്ചായത്ത് മെമ്പർ പ്രിയപ്പെട്ട ജെസ്സി അലക്സ് ടീച്ചർ, അതോടൊപ്പം തന്നെ ഇവിടെ പങ്കെടുത്തുകൊണ്ടേയിരിക്കുന്ന വാർഡ് മെമ്പർ ശ്രീ സന്ധ്യ അനിൽകുമാർ, BJPയുടെ നേതാവ് ശ്രീ PK കമലാസനം, പ്രിൻസിപ്പൽ ശ്രീ ഹരിസാറ്, HM മീന ടീച്ചർ അടക്കം പ്രിയപ്പെട്ടവർ, എനിക്ക് ഈ സ്കൂളിനെ സംബന്ധിച്ച് ഒരു ആത്മബന്ധമാണുള്ളത്. സ്വാഗത പ്രസംഗങ്ങൾ പ്രിൻസിപ്പാളിവിടെ സൂചിപ്പിച്ചു. ഈ സ്കൂളിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥി ഇപ്പോൾ എൻ്റെ മകൻ ഇവിടെ ഹയർ സെക്കൻഡറി പഠിക്കുകയും ചെയ്യും. അപ്പോൾ ഈ സ്കൂളുമായി ഒരു വലിയ ബന്ധമാണ് എനിക്കുള്ളത്. തീർച്ചയായിട്ടും കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഗവൺമെന്റ്, ആ ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഈ പ്രദേശത്തെ നേതാവ് എന്ന രീതിയിൽ ഈ ഗവൺമെന്റ് പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് നൽകുന്ന പ്രാധാന്യം, ആ പ്രാധാന്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റിൽ നിന്നും നേടിയെടുക്കേണ്ട എല്ലാ ആനുകൂല്യങ്ങളും നമ്മുടെ ഈ സ്കൂളിൽ ലഭിക്കാൻ വേണ്ട നടപടികൾ നടക്കും. തീർച്ചയായിട്ടും ജില്ലാ പഞ്ചായത്തിനെ സംബന്ധിച്ച് എടുത്തു പറയാതിരിക്കുന്ന വാദമില്ല. ഇന്നലെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അടക്കം പങ്കെടുക്കുന്ന MLA അടക്കം പങ്കെടുക്കുന്ന ഇടമുറി യോഗത്തിൽ ഞാനും പങ്കെടുത്തിരുന്നു. ആ യോഗത്തിൽ വെച്ച് പ്രിയപ്പെട്ട ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഇടമുറിയിലും ലക്ഷ്യത്തിലുമെല്ലാം ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ബിൽഡിങ്ങുകൾ തയ്യാറായി കഴിഞ്ഞു. ഇനിയും വേണ്ടത് കരിമിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിനാണ് എന്നുള്ള ഒരു പറയുകയുണ്ട്. തീർച്ചയായിട്ടും ഇവിടെയൊക്കെ ശ്രദ്ധയിലേക്ക് ഈ സ്കൂളിനെ കൊണ്ടുവരുന്നതിന് സ്കൂളിന്റെ ഉന്നമനത്തിന് വേണ്ടി ശ്രമിച്ച പ്രിയപ്പെട്ട ടീച്ചറുടെ ഒരിക്കൽ കൂടി നന്ദി പറയുകയും, തീർച്ചയായിട്ടും ഗവൺമെന്റിൽ നിന്നും അതോടൊപ്പം തന്നെ MLA ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ടു ഈ സ്കൂളിന് ആവശ്യമായ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നത് തീർച്ചയായിട്ടും അതിന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ ശ്രമങ്ങളും ഉണ്ടാകും. അതിനെപ്പറ്റി അധ്യാപകരും അതോടൊപ്പം തന്നെ അനധ്യാപകരും അടക്കം ഇവിടുത്തെ വിദ്യാഭ്യാസം അടക്കം എപ്പോഴും ശ്രമിക്കാറുണ്ട്. ഇന്നിപ്പോൾ വന്നപ്പോഴും പറഞ്ഞു നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങൾ അടിയന്തരമായി ചെയ്യണമെന്ന് ചെയ്യാൻ കുറെ കാര്യങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ സൂചിപ്പിക്കും. തീർച്ചയായിട്ടും ആ കാര്യങ്ങളിലൂടെ നമ്മുടെ ഇവിടെ നല്ല ബിൽഡിംഗ് അടക്കം ഇവിടെ മനോജ് സൂചിപ്പിച്ചു. മുമ്പ് ഒരു പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു. ആ സംഗമത്തിന്റെ ഭാഗമായി ബഹുമാനപ്പെട്ട അന്നത്തെ റാന്നി MLA ശ്രീ രാജു എബ്രഹാം അദ്ദേഹത്തിന്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നാണ് നമുക്ക് ഹയർ സെക്കൻഡറിക്ക് ആവശ്യമായ 2 കോടി രൂപ അനുവദിച്ചുകൊണ്ട് ബിൽഡിംഗ് തന്നത്. തീർച്ചയായിട്ടും നമുക്ക് ഇനിയും
MLA-യും അതോടൊപ്പം തന്നെ MP അടക്കമുള്ള എല്ലാവരുടെയും സഹായം നമുക്ക് ആവശ്യമാണ്. ജില്ലാ പഞ്ചായത്തിന്റെ അടക്കം അതെല്ലാം നേടിയെടുക്കുന്ന കാര്യത്തിൽ ഞാൻ തീർച്ചയായും എന്റെ ശ്രമമുണ്ടാകും. അതിന് കഴിയട്ടെ എന്ന് എല്ലാവരും അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വലിയ യോഗം അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എന്റെ അഭിപ്രായം. ഈ യോഗത്തിന്റെ അധ്യക്ഷൻ PTA പ്രസിഡന്റ് ബഹുമാനിയായ ശ്രീ മനോജ് അവരുടെ, പ്രിൻസിപ്പൽ ജയപ്രസാദ്, അഡ്മിനിസ്ട്രേഷൻ അവരുടെ, ബഹുമാനിയായ ഉദ്ഘാടക ജില്ലാ പഞ്ചായത്ത് അംഗം ജെസി ടീച്ചർ, നമ്മുടെ പ്രിയപ്പെട്ട വാർഡ് മെമ്പർ ശ്രീമതി സന്ധ്യ അനിൽകുമാർ, CPM-ന്റെ പ്രാദേശിക നേതാവ് പ്രിയപ്പെട്ട എന്റെ സുഹൃത്തുമായ സന്തോഷ് കുമാർ അവരോട്, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ബഹുമാന്യരായ അധ്യാപകരും അനധ്യാപകരും, പ്രിയപ്പെട്ട രക്ഷകർത്താക്കള്, പ്രിയമുള്ള വിദ്യാർത്ഥികൾ, ഈ സ്കൂളിലെ ഭൗതിക സാഹചര്യങ്ങളെ കുറിച്ച് എനിക്ക് മുമ്പ് സംസാരിച്ച ബഹുമാന്യരായ വ്യക്തികൾ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് ഇതിന്റെ ചരിത്രം നമ്മെ ഉപയോഗിക്കുകയുണ്ടായി. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ സ്കൂളിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയല്ല. പക്ഷേ ഈ സ്കൂളിന്റെ തുടക്കം മുതൽ, അതായത് ഒരു സിംഗിൾ കെട്ടിടം വാതിലില്ലാതെ 1ാം ക്ലാസ് പ്രവർത്തിച്ച സാഹചര്യം മുതൽ എനിക്കറിയാം. എനിക്ക് പഠിക്കാൻ കഴിഞ്ഞത് നാരണമൂടി സെന്റ് ജോസഫ് ഹൈസ്കൂളിലാണ്. അപ്പൊ അന്നത്തേതിൽ നിന്നും ഭൗതിക സാഹചര്യത്തിൽ മാത്രമല്ല, അക്കാദമിക് തലത്തിലും ഈ സ്കൂളിൽ വളരെയധികം പുരോഗതി ഉണ്ടായിട്ടുണ്ട്. റിസൾട്ട് എന്നാൽ ഈ പ്രദേശത്ത് ഒരു സ്വാശ്രയ സ്കൂളിന്റെ നടത്തിപ്പുകാരിൽ ഒരാൾ കൂടിയായ എനിക്ക് ഈ സ്കൂളിന്റെ റിസൾട്ട് സസൂക്ഷ്മം വീക്ഷിക്കാനുള്ള ഒരു അവസരങ്ങൾ ഒരു 4-5 വർഷമായിട്ട് ഉണ്ടാകുന്നുണ്ട്. നല്ല രീതിയിലുള്ള ഒരു പുരോഗതി റിസൾട്ടിൽ 10ലും 12ലും ഒക്കെ ഇവിടെ കാണുന്നുണ്ട്. വളരെ സന്തോഷകരമാണ്. ഇത് തുടർന്ന് നിലനിൽക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഉടൻ നടത്താൻ പോകുന്ന ഒരു വലിയ പദ്ധതി 3 വിദ്യാർത്ഥി അധ്യാപക സംഘവും മന്ത്രിമാരും എംഎൽഎമാരും എംപിമാരൊക്കെ പങ്കെടുക്കുന്ന ആ സംഗമത്തിന്റെ ചുക്കം പിടിക്കുന്നതിന് വേണ്ടി നമ്മളോടൊപ്പം മുന്നിൽ പ്രവർത്തിക്കാൻ പറ്റുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ പ്രവർത്തനം നടത്താൻ വേണ്ടി നമ്മളോടൊപ്പം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായി നടത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇതിനെ പ്രസംഗത്തിൽ പറയാനുള്ളത്, നമ്മുടെ കുട്ടികൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന നമ്മളുടെ രീതിയിൽ പൂർവ്വീകത്തെ നടത്തി അത്രയും ഭംഗിയാക്കിക്കൊണ്ട് അത് സൂക്ഷിക്കാൻ പറ്റുന്നത് നിങ്ങളുടേതാണ്. ചെറിയൊരു പേരെടുക്കാനും ചെറിയ മറ്റുള്ള ചിത്രങ്ങൾ വരയ്ക്കാനോ ഒന്നും പാടില്ല. നാളെ നിങ്ങൾ അനുജന്മാരും അനുജിന്മാരും പഠിക്കേണ്ട ക്ലാസ്സുകളാണ്. അത് വളരെ വൃത്തിയോടെ സൂക്ഷിക്കാനുള്ള ശ്രദ്ധിക്കണം. ടീച്ചർ പ്രത്യേകം സൂചിപ്പിച്ചിരുന്നു, ഇതിന്റെ ഷീറ്റുകൾ പണ്ട് കളിച്ച് നിങ്ങൾ തമ്മിച്ചടക്കി കളയരുത് എന്ന് പ്രത്യേക അഭ്യർത്ഥന ടീച്ചർ പറഞ്ഞിരുന്നു. അതുകൊണ്ട് അതൊക്കെ നമ്മൾ സൂക്ഷിക്കേണ്ട ചുമതല നമുക്കുള്ളതാണ്. എങ്കിൽ മാത്രമേ വീണ്ടും ജനപ്രതിനിധികൾ നമ്മുടെ ആവശ്യങ്ങൾ മാനിച്ച് നമുക്ക് അത്യാവശ്യ കാര്യങ്ങൾ എഴുതിയുള്ളൂ. അതിനുവേണ്ടി കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കാം. പ്രത്യേകിച്ച് അധ്യാപകരെ കുട്ടികളെ ആ തരത്തിലേക്ക് മാറാൻ ശ്രദ്ധിക്കും എന്ന് ഉറപ്പിക്കുന്നു. ഈ യോഗത്തിന് നന്ദി അറിയുന്നതിന് വേണ്ടി സ്കൂളിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യമായ എച്ച്ഡിയെ ആദ്യമായ രീതിയിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു. ബഹുമാന്യനായ യൂണിറ്റ് അധ്യക്ഷൻ ശ്രീ ഇ കെ മനോജ് അവർ, നമുക്ക് അനുവദിച്ചു തന്നിരിക്കുന്ന ഈ ബിൽഡിങ്ങിന്റെ ഉദ്ഘാടകയായി ഇവിടെ എത്തിയിരിക്കുന്ന നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീമതി ജെസി അലക്സ് അവർ, ഈ വാർഡിന്റെ മെമ്പറും
നമ്മുടെ സ്കൂളിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഭാഗമാക്കാവുന്ന ശ്രീമതി സന്ധ്യ അനിൽകുമാർ, പ്രിൻസിപ്പൽ ശ്രീ ജയഹരി സർ, CPIM ജില്ലാ സെക്രട്ടറി ആയിട്ട് നമ്മുടെ ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ടുള്ള സന്തോഷ് സർ, കമലാസനൻ സർ, ഇവിടെയുള്ള എൻ്റെ പ്രിയ സഹപ്രവർത്തകരെ, രക്ഷിതാക്കളെ, പ്രിയ കുഞ്ഞുങ്ങൾ, നന്ദി അർപ്പിക്കുക എന്നത് ആണ് എൻ്റെ കർത്തവ്യം. അതിനു മുൻപായി 2 വാക്ക് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ ഈ വിദ്യാലയത്തിലേക്ക് എത്തിയത്. വളരെ മോശമായ ഭൗതിക സാഹചര്യം, അത് മോശമെന്ന് തോന്നുന്നതിന്റെ പിന്നിലൊരു കാരണമുണ്ടെന്ന് തോന്നുന്നു. കാരണം വളരെ ഉന്നതിയിലുള്ള ഒരു ഭൗതിക സാഹചര്യമുള്ള ഒരു വിദ്യാലയത്തിൽ നിന്ന് വന്നപ്പോൾ നമുക്കറിയാം, നമ്മളേറെ മോടിയുള്ള ഒരിടത്തുനിന്ന് വന്ന് കാണുന്നതെല്ലാം നമുക്ക് ചെറുതായിട്ട് തോന്നും. അങ്ങനെ ഒരു തോന്നലിന്റെ ഭാഗമായിരിക്കാം എനിക്ക് ആദ്യം തന്നെ ഇവിടെ വന്നപ്പോൾ ഉണ്ടായ ഒരു അനുഭവം. എന്നാലും ഒത്തുപിടിച്ചുകൊണ്ട് ഒരു ഉയർച്ചയുടെ വക്കിലേക്കുള്ള കാൽവെപ്പിന് എല്ലാവരും സഹകരിക്കുന്നു എന്നതാണ് ഏറ്റവും മനസ്സിന് സന്തോഷം കൊടുക്കുന്ന സംഭവം. അത് തന്നെയാണ് എനിക്കിവിടെ ഉണ്ടായിട്ടുള്ള അനുഭവം. എല്ലാ പ്രവർത്തനങ്ങളിലും PTA-യും എന്റെ സഹപ്രവർത്തകരും കുഞ്ഞുങ്ങളും എല്ലാ സമയത്തും നമ്മോടൊപ്പം ഉണ്ട് എന്നത് നമ്മുടെ ആത്മധൈര്യത്തെ വർദ്ധിപ്പിക്കുക മാത്രമേ ചെയ്യുന്നു. എന്റെ സഹപ്രവർത്തകര് ഏതൊരു പ്രവർത്തനങ്ങളിലും എന്നോടൊപ്പം എല്ലാ തുറകളിലും അവർ കൂടെ ഉണ്ട് എന്നത് എനിക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഒരു അവസ്ഥയിൽ ഏതൊരു പ്രവർത്തനത്തിലേക്കും കാലെടുത്ത് വെക്കുമ്പോഴും നമുക്ക് സധൈര്യം പോകാൻ കഴിയും എന്നതാണ് അതിന്റെ ഒരു സത്യം. ഇവിടെ പല ആവശ്യങ്ങൾക്കായിട്ട് വരുമ്പോഴും, ഇവിടെ ഇന്റർവ്യൂ അങ്ങനെ അല്ലാതെയുള്ള ആവശ്യങ്ങളെല്ലാം വരുമ്പോഴും ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീമതി ജെസ്സി അലക്സ് മാഡം ഇവിടുത്തെ പരിതാപകരമായ അവസ്ഥയെ കുറിച്ച് നന്നായി പഠിക്കാറുണ്ട്. ആ പഠിക്കുന്നതിന്റെ പിന്നിൽ അവരൊരു അധ്യാപികയാണ് എന്നത് തന്നെയാണ് വാസ്തവം. ഏതൊരു അധ്യാപികയ്ക്കും ഏതെല്ലാം തുറകളിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാലും നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു സ്വഭാവം, ഒരു സംസ്കാരം അത് വിട്ടുപോകാൻ കഴിയില്ല. നേരത്തെ ഗ്രേസി ടീച്ചർ പറഞ്ഞതുപോലെ എന്റെ കുഞ്ഞുങ്ങള്, എന്റെ സ്കൂള് എന്നുള്ള ഒരവസ്ഥ നമ്മുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും വിട്ടുപോകില്ല. അങ്ങനെ ഒരു അവസ്ഥ എനിക്കും ഈ വിദ്യാലയത്തോടുണ്ട്. കാരണം ഞാൻ പ്രൊമോഷനായി ആദ്യമായി HM ആയിട്ട് പദവിയേറ്റിരിക്കുന്നത് ഈ ഒരു സ്കൂളിലാണ്. എന്റെ വളർച്ചയുടെ അല്ലെങ്കിൽ എന്റെ മറ്റൊരു അനുഭവത്തിന്റെ, ഔദ്യോഗിക അനുഭവത്തിന്റെ ആദ്യപടി ഈ വിദ്യാലയത്തിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നത്. ആ കിട്ടിയിരിക്കുന്നത് സഹകരണത്തിന്റെയും സഹാനുഭൂതിയുടെയും ഒക്കെ ഒരു പര്യായമായിട്ട് മാറിയപ്പോൾ എനിക്കും ജീവിതത്തിൽ എന്തെല്ലാം പോരായ്മകൾ ഉണ്ടെങ്കിലും അതെല്ലാം സന്തോഷമായിട്ടും, വളരെ ദൂരെ നിന്ന് ഇവിടെ നിന്ന് താമസിച്ചു വരുന്ന ആളാണെങ്കിൽ പോലും എനിക്ക് യാതൊരു പരിദേവനമായിട്ടോ അല്ലെങ്കിൽ ഒരു പ്രയാസമായിട്ടോ തോന്നാതിരിക്കുന്നതും എന്റെ ഇവിടെയുള്ള എല്ലാവരുടെയും കൂട്ടായ ഒരു ഒരുമയുടെ ഭാഗമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാ വിഷമങ്ങളുണ്ടെങ്കിലും എന്തെല്ലാം പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴും ഞാനത് മറന്നുപോകും. ഇന്ന് രാവിലെ എനിക്ക് കൈ പൊന്തിച്ച് എണീക്കുമ്പോഴൊരു വല്ലാത്ത വിഷമം തോന്നിയപ്പോൾ ഞാൻ പറഞ്ഞു കൈ പോക്കാൻ കഴിയുന്നില്ലല്ലോ. അപ്പോൾ ഉടനെ എന്റെ ഭർത്താവ് പറഞ്ഞിരിക്കുന്നു, വേഗം സ്കൂളിലേക്ക് പോയിക്കും, എന്നാ പിന്നെ വേദനകളൊക്കെ ഒന്ന് മറക്കും. അതാണ് ഏറ്റവും പറ്റിയ സ്ഥലം. സത്യമാണ്. ഇവിടെ എത്തുമ്പോൾ ഞാൻ എന്റെ എല്ലാ പ്രയാസങ്ങളും എല്ലാ പ്രശ്നങ്ങളും മറന്നു പോകാറുണ്ട്. കാരണം ഞാൻ ഇവിടുത്തെ ഒരു ഭാഗമാകുന്നു. അപ്പൊ ഈ സ്കൂളിന്റെ ഉന്നതി എന്റെ മനസ്സിൽ ഞാൻ വളരെയേറെ സന്തോഷത്തോടുകൂടി, ഇവരെല്ലാം വാഗ്ദാനങ്ങൾ നൽകുമ്പോൾ ഞാൻ വളരെയേറെ സന്തോഷത്തോടുകൂടി അതിനൊക്കെ ഏറ്റെടുക്കാൻ തയ്യാറായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഈ വാഗ്ദാനങ്ങളെല്ലാം എത്രത്തോളം എനിക്ക് ഇവിടെ നിന്ന് നടത്തിപ്പോകാൻ കഴിയുമെന്നൊന്നും അറിയില്ല. എന്നാലും ഇത് ഉന്നതിയുടെ വക്കത്തേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇവരുടെ എല്ലാ സന്മനസ്സിനും ഞാൻ ഒരിക്കൽ എന്റെ നന്ദി, എന്റെ വ്യക്തിപരമായ നന്ദി കൂടി അറിയിക്കുകയാണ്. ജെസ്സി ടീച്ചറോട് എനിക്ക് ജില്ലാ പഞ്ചായത്ത് മെമ്പർ എന്നതിലുപരി എനിക്കൊരു സഹോദരിയോട് തോന്നുന്ന സ്നേഹവും വാത്സല്യവും ഒക്കെ തോന്നുന്നുണ്ട്. കാരണം അവരത്രയും അടുപ്പത്തോടുകൂടി നമ്മുടെ എല്ലാ പ്രശ്നങ്ങളെയും കേൾക്കാനുള്ള ഒരു മനസ്സ് കാണിക്കുന്നുണ്ട്. ഈ കേൾക്കാനുള്ള ഒരു മനസ്സാണ് അത് പ്രവർത്തിക്കാനുള്ള മനസ്സിനേക്കാൾ വേണ്ടത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാം കേട്ട് അതിന് ഉചിതമായ ഒരു തീരുമാനമെടുക്കാനും നമ്മളോടൊപ്പം നിൽക്കാനുമുള്ള ഒരു മനസ്സ് കാണിക്കുക എന്നത് തന്നെ അവരുടെ പ്രതിമയുടെ ഒരു മഹത്വമാണ്. ഏതായാലും നമ്മളുടെ മനസ്സ് പോലെ തന്നെ കാലാവസ്ഥയും വളരെ അനുകൂലമായിട്ട് ഇന്ന് തുറന്ന മനസ്സോട് നിൽക്കുന്നുണ്ട്. നാളെ കർക്കിടകമായിട്ട് പോലും ഇന്ന് കൊഞ്ചെരിയുന്ന ഒരു മഴയാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ അതൊന്നും ഉണ്ടായില്ല. നമ്മുടെ പ്രസന്നത പ്രകൃതി കൂടി അനുകൂലിച്ചു എന്നതിനൊരു തെളിവ് നമുക്ക് ഇവിടെ ഉണ്ടായി. ഏതായാലും ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ പരിപാടിയുടെ അധ്യക്ഷം വഹിച്ചത് നമ്മുടെ ആദരണീയനായ PTA പ്രസിഡന്റാണ്. PTA പ്രസിഡന്റിനെ കുറിച്ച് ഞാൻ വാക്കുകൾ കൊണ്ടുവന്നു. നിങ്ങളെ ആരെയും ബോധ്യപ്പെടുത്തേണ്ടതില്ല. നമ്മുടെ ഏത് പ്രവർത്തനത്തിനും ആദ്യം വിലയിരുത്തുകയും എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കുകയും എല്ലാ ആഗ്രഹങ്ങളും എല്ലാ വേദികളിലും തുറന്നു പറയുകയും ചെയ്യുന്ന ഒരു മഹനീയ വ്യക്തിയാണ്. ഈ വ്യക്തിത്വത്തിൽ ഞാൻ സ്കൂളിന്റെ പേരിലും എന്റെ പേരിലും
ഉദ്ഘാടനം നടത്താൻ എത്തിയിരിക്കുന്ന ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് 25 ലക്ഷം രൂപയുടെ ഫണ്ട് ഉപയോഗിച്ച് ലാബ് കെട്ടിടവും ലൈബ്രറി കെട്ടിടവും നമ്മൾ ശുദ്ധമാണ്. ഇന്നത്തെ അവസ്ഥയിൽ മറ്റു സ്കൂളുകളെ അപേക്ഷിച്ചെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം കിട്ടുന്നതെല്ലാം വലുതാണ്. ഇനിയും അവിടേക്കുള്ള മറ്റു പ്രവർത്തനങ്ങളിലെല്ലാം അവിടേക്ക് ആവശ്യമായ ഫർണിച്ചറുകളെല്ലാം തുടരെ ലഭ്യതയ്ക്ക് അനുസരിച്ച് നൽകാമെന്ന ഒരു വാഗ്ദാനം കൂടി നൽകിയിരിക്കുന്ന നമ്മുടെ ശ്രീമതി ജെസ്സി അലക്സ് ടീച്ചർക്ക് ഞാൻ ഈ സ്കൂളിന്റെ പേരിലും എന്റെ സ്വന്തം പേരിലും നന്ദി അറിയിക്കുന്നു. സ്കൂളിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും കൂടെ നമുക്ക് എല്ലാത്തിനും ഒരു മാർഗനിർദ്ദേശം തന്നു. നമ്മളുമായി എല്ലാം സംബന്ധിച്ചും കാര്യങ്ങൾ നടത്തി പോകുന്ന ഏത് സമയത്ത് വിളിച്ചാലും എല്ലാത്തിനും കൃത്യമായ ഒരു മറുപടി അല്ലെങ്കിൽ അന്വേഷിച്ച് തരാം എന്ന് പറയുന്ന ഒരു വാക്കുമായി നമ്മുടെ വാർഡ് മെമ്പർ എപ്പോഴും കൂടെയുണ്ട്. വാർഡ് മെമ്പറെ ശ്രീമതി സന്ധ്യ അനിൽകുമാറിനെ ഞാൻ സ്കൂളിന്റെ പേരിലും എന്റെ സ്വന്തം പേരിലും നന്ദി അറിയിക്കുന്നു. പിന്നീട് നമ്മുടെ സ്കൂളിന്റെ പ്രിൻസിപ്പൽ, നിങ്ങൾക്കറിയാം, അക്കാദമിക കാര്യങ്ങളിലും അനക്കാദമികമായ പ്രവർത്തനങ്ങളിലും നമ്മളോടൊപ്പം എല്ലാത്തിനും നമ്മുടെ ഹെഡായിട്ട് നിൽക്കേണ്ട വ്യക്തിയും നിൽക്കുന്ന വ്യക്തിയുമാണ് നമ്മുടെ പ്രിൻസിപ്പൽ. പ്രിൻസിപ്പലിനെ ഞാൻ ഈ വേദിയിൽ അടുത്തതായി നമ്മുടെ ഏരിയ സെക്രട്ടറി ശ്രീ സന്തോഷ് സർ, അദ്ദേഹം നമ്മുടെ ഈ പ്രവർത്തനയിൽ ഇവിടെ എത്തിയിട്ടുള്ളതിന് ഞാൻ എന്റെ പേരിലും സ്കൂളിന്റെ പേരിലും നന്ദി അർപ്പിക്കുന്നു. കൂടാതെ കമലാസനൻ സർ, അദ്ദേഹത്തിനും സ്കൂളിന്റെ പേരിലും നന്ദി അറിയിക്കുന്നു. കൂടാതെ ഇവിടെ എത്തിയിരിക്കുന്ന അമ്മമാർ, സഹോദരന്മാർ, എന്റെ സഹപ്രവർത്തകർ, എന്റെ പ്രിയ കുട്ടികള്, മാധ്യമ പ്രവർത്തകർ, നമ്മുടെ വളരെ ഏറെ അഭിനന്ദിക്കേണ്ട കോൺട്രാക്ടറെ കുറിച്ച് പറയുമ്പോൾ ഏത് ചെറിയ പ്രവൃത്തി പോലും എല്ലാ വശവും വൈകുന്നേരം വരെ നോക്കി കണ്ട് അതിനെന്തെല്ലാം അപാകതകൾ ഉണ്ടാവാം അല്ലെങ്കിൽ അതിനെന്ത് പരിഹാരം എന്ന് നമ്മളോടുകൂടി ചർച്ച ചെയ്ത് മാത്രം ചെയ്യുന്ന വളരെ മഹനീയനായ ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ കണ്ടിരിക്കുന്നത്. കാരണം നമ്മളുടെ മണ്ണിൽ പോലും പെടാത്ത പല അപാകതകളും പ്രശ്നങ്ങളും അദ്ദേഹം പഠിക്കുകയും അതൊക്കെ ചർച്ച ചെയ്യുകയും അതിന് വേണ്ട നിർദ്ദേശങ്ങൾ നമുക്ക് തരികയും നമ്മൾ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്ന വളരെ മഹനീയനായ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെയും ഞാൻ സ്കൂളിന്റെ പേരിലും എന്റെ സ്വന്തം പേരിലും നന്ദി അറിയിക്കുന്നു. ഇനി ഞാൻ ഒന്നുകൂടി ഒന്ന് എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ ഒരു വേദി ഒരുക്കുന്നതിന് വളരെ നല്ല മനസ്സ് കാണിച്ച് തുറന്ന മനസ്സോടുകൂടി എല്ലാ രീതിയിലും എത്ര സമയം മെനക്കെട്ടും ഇവിടെ പ്രവർത്തിക്കാൻ എന്റെ സഹപ്രവർത്തകർ തയ്യാറാണ്. ആ ഒരു അവരുടെ നല്ല മനസ്സിന് ഞാനത് വളരെ കൗതുകത്തോടു കൂടി ഇന്നലെ നോക്കിക്കണ്ടതാണ്. കാരണം ഒരു പ്രയാസങ്ങളും പറയാതെ എന്ത് കിട്ടുന്നതും ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറയുന്ന അവസ്ഥ, അല്ലാതെ എല്ലാത്തിനും പണം മുന്നിലിറക്കി പ്രവർത്തിക്കുക എന്നതിലുപരി എന്താണോ ലഭിക്കുന്നത് ലഭ്യമായതിനെ വളരെ വിപുലമാക്കി കൊണ്ടുവരിക എന്നുള്ള ഒരു നല്ല മനസ്സിന് ഉടമകളായിട്ടുള്ള എന്റെ സഹപ്രവർത്തകരോടുള്ള നന്ദി ഈ വേദിയിൽ ഒന്ന് പറയണമെന്ന് എനിക്ക് വളരെ ഏറെ ആഗ്രഹമുള്ളതാണ്. അതുകൊണ്ട് ആ ഒരു നന്ദി കൂടി ഇവിടെ അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എൻ്റെ പേര് ഗ്രേസി തോമസ് എന്നാണ്. ഞാൻ ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ്. ജില്ലാ പഞ്ചായത്ത് മെമ്പർ കഴിഞ്ഞ വർഷം തന്നെ 22-ല് ഏതാണ്ട് 1 കോടിയിലധികം രൂപ ഈ പഞ്ചായത്തിന് വേണ്ടി വിനിയോഗിച്ചിട്ടുണ്ട്. അതെനിക്കറിയാം. ഈ പല മേഖലകളിലും റോഡായാലും മറ്റ് പലവിധ വികസന പ്രവർത്തനങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് പുറം ലോകം അറിയാൻ കഴിഞ്ഞിട്ടില്ല. തുടർന്നുള്ള പ്രവർത്തനങ്ങളിൽ ജെസ്സി അലക്സിനെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ പുറം ലോകം അറിയുവാനുള്ള ആ മാധ്യമ ശ്രദ്ധ ഉണ്ടാവുകയും അതോടൊപ്പം തന്നെ എല്ലാവിധ സ്കൂളുകൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് പറയും, എൻ്റെ കുട്ടികൾ, ഞാൻ പഠിപ്പിച്ച കുട്ടികൾ എന്ന് പറയുമ്പോൾ സ്കൂളെന്ന് പറയുമ്പോൾ ജെസ്സി അലക്സിന് ഒരു പ്രത്യേകതയാണ്. എപ്പോഴും പറയാനുള്ള ഒരേ അർത്ഥവാക്യമുണ്ട്. അത് പറയും, എൻ്റെ കുട്ടികളെ, എൻ്റെ കുഞ്ഞുങ്ങളെ എന്ന് പറയാറുണ്ട്. അങ്ങനെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം, സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ജെസ്സി അലക്സിന് ഒരു പ്രത്യേകതയാണ്. ആ മേഖലയ്ക്ക് കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഈ പ്രവർത്തനങ്ങൾ വളരെ ശ്ലാഘനീയമാണ്. തുടർന്ന് കൂടുതൽ പ്രവർത്തിക്കുവാൻ ജഗദീശ്വരൻ ഇടയാക്കട്ടെ എന്നാശംസിക്കുന്നു. നന്ദി. നമ്മുടെ കടുമീഞ്ചിറ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമുള്ളൊരു ദിവസമാണ്. കാരണം വളരെയധികം അസൗകര്യങ്ങളിലും അപര്യാപ്തതകളിലും ബുദ്ധിമുട്ടിയിരുന്ന നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ബഹുമാന്യായ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീമതി ജെസ്സി അലക്സ് മാഡം 15 ലക്ഷം രൂപ അനുവദിക്കുകയും നമുക്കില്ലാതിരുന്ന ബയോളജി ലാബ് നമുക്കൊന്ന് പുനർനിർമ്മിക്കാൻ സാധിക്കുകയും ചെയ്തു.
കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പഠന പ്രക്രിയയ്ക്ക് വലിയ സഹായമാണ് ബഹുമാനിയായ ജില്ലാ പഞ്ചായത്ത് മെമ്പറിൻ്റെ ഈ ഒരു സഹായത്തോടെ നമുക്ക് സാധിച്ചത്. ഇനിയും തുടർന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നു. മാഡത്തിൻ്റെ എല്ലാവിധ സഹായ സഹകരണങ്ങൾക്കും നന്ദി അറിയിക്കുന്നു. ഞാൻ കടുമഞ്ചിറ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ HM ആണ്. ഈ സ്കൂളിൻ്റെ പ്രവർത്തനത്തിനായി ഇവിടെ ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് ശ്രീമതി ജെസ്സി അലക്സ് നിർമ്മിച്ചിട്ടുള്ള ലാബ്, ലൈബ്രറി കെട്ടിടങ്ങൾക്ക് 25 ലക്ഷം രൂപ ഫണ്ടാണ് അനുവദിച്ചിട്ടുള്ളത്. ഈ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന ലൈബ്രറി കെട്ടിടം ഹൈസ്കൂൾ വിഭാഗത്തിനും ലാബ് കെട്ടിടം ഹയർ സെക്കൻഡറി വിഭാഗത്തിനുമാണ്. ഈ ഒരു സദുദ്യമത്തിന് വേണ്ട പങ്കാളിത്തം ഉറപ്പാക്കുകയും ഇതിന് ഫണ്ട് അനുവദിച്ചു തരികയും ചെയ്തിരിക്കുന്ന മെമ്പർക്ക് ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ അവരുടെ ഈ ഒരു പ്രവർത്തനത്തെ ശ്ലാഘനീയമായി ആശംസിക്കുന്നു. നമസ്കാരം. കടുമഞ്ചിറ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ PTA പ്രസിഡൻറ്റും നാട്ടിലെ അത്യാവശ്യം ചില പൊതുപ്രവർത്തനമൊക്കെ നടത്തിക്കൊണ്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. അതോടൊപ്പം തന്നെ ഈ സ്കൂളിൻ്റെ പൂർവ്വ വിദ്യാർത്ഥിയും കൂടെയാണ്. നമ്മുടെ സ്കൂളിൻ്റെ ഇപ്പോഴുള്ള ഭൗതികമായ സാഹചര്യങ്ങൾ മെച്ചപ്പെടുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജെസ്സി അലക്സ് മാഡം വളരെ കാര്യക്ഷമമായിട്ട് ഈ സ്കൂളിന് വേണ്ടി പ്രവർത്തിക്കുന്നു. തീർച്ചയായിട്ടും ടീച്ചറിന് എല്ലാവിധമായ ഭാവങ്ങളും നന്ദിയും ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുന്നു. നാരായണമൂഴി ഗ്രാമപഞ്ചായത്ത് വാർഡ് 4 കടുമഞ്ചിറ വാർഡിൻ്റെ മെമ്പറാണ് ഞാൻ. എൻ്റെ പേര് സന്ധ്യ അനിൽകുമാർ. ഞാൻ ഇന്നത്തെ ദിവസം വളരെ സന്തോഷവതിയാണ്. കാരണം എൻ്റെ വാർഡിൽ വലിയ ഒരു വികസനം നടന്നിരിക്കുകയാണ്. നമ്മുടെ ജില്ലാ പഞ്ചായത്ത് അംഗം ജെസ്സി അലക്സ് മേഡത്തിൻ്റെ സഹായത്താൽ 25 ലക്ഷം രൂപ മുടക്കി കടുമഞ്ചിറ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ലാബ് നിർമ്മാണത്തിന് മെമ്പർ ജെസ്സി അലക്സിനോടുള്ള സ്നേഹവും സന്തോഷവും അറിയിച്ചുകൊള്ളുന്നു. ഇനിയും തുടർന്നും ബാക്കിയുള്ള പ്രവർത്തനങ്ങൾക്ക് ജില്ലാ പഞ്ചായത്ത് മെമ്പർ നമ്മുടെ കൂടെ ഉണ്ടാകുമെന്നുള്ള വിശ്വാസത്തോടെ നിർത്തുന്നു. നന്ദി. നമ്മളോടൊപ്പം ഇന്ന് കടുമഞ്ചിറയിൽ ചേരുന്നത് ആര്യ മനോജാണ്. ഇവിടുത്തെ 1ാം ക്ലാസ് മുതൽ +2 വരെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. അപ്പോൾ വിദ്യാർത്ഥിയുടെ വാക്കുകളിലേക്ക് നമുക്ക് പോകാം. ആര്യ ഇവിടെ 1 തൊട്ട് +2 വരെ പഠിക്കുന്നുണ്ട് അല്ലേ? ഈ അനുഭവം ഒന്ന് പറയാമോ? അന്ന് അത്രയും കാലത്തെ 1 തൊട്ട് ഇവിടെ വരുമ്പോൾ ആ ഒരു കെട്ടിടം മാത്രമേ ഉള്ളൂ. താഴത്തെ ഞങ്ങളിപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന ബിൽഡിങ് ഇല്ല. അപ്പോൾ നമുക്കിവിടെ വരുന്ന ഇവിടെ പാട്ടിൽ MLA മെമ്പറായാലും നമുക്ക് വരുന്നവരെ ഓരോന്നനുസരിച്ച് നമ്മുടെ സ്കൂളിൽ അവർ പഠിച്ചിട്ട് പോകേണ്ട അവരുടെ കുട്ടികൾ ഇവിടെ പഠിക്കുന്ന ഗ്രാമപ്രദേശത്തുള്ള ആൾക്കാർ വീണ്ടും പഠിച്ചു വരാൻ. കാരണം നമ്മളിവിടെ സ്കൂൾ കുട്ടികളില്ല, മൊത്തമുള്ള പുറത്തുള്ളവർ മൊത്തം നമ്മുടെ ഗ്രൗണ്ട് ഉപയോഗിക്കുമെങ്കിലും അവർ പുറത്തോട്ടാണ് CBSEയിലോട്ടാണ് കുട്ടികളെ വിടുന്നത്. അപ്പോൾ നമുക്കിവിടെ വിടാത്ത കാര്യങ്ങൾ നമ്മളിവിടെ പഠിച്ചിട്ടിറങ്ങിപ്പോയ പൂർവ്വ വിദ്യാർത്ഥികളായ ആൾക്കാർ അത് ജയിക്കുകയും ഇലക്ഷൻ നിൽക്കുകയും നമുക്ക് വേണ്ട കാര്യങ്ങൾ തരികയും നമുക്ക് വേണ്ടി ഓരോ സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ലൈബ്രറിയായും ഇപ്പം ഞങ്ങൾക്കില്ലാതെ പോയ ലാബായിരുന്നു. ഞങ്ങൾക്ക് ഇനി ഒത്തിരി പ്രാക്ടിക്കൽ വന്നുകൊണ്ടിരിക്കുന്നത് +2ലാണ് പ്രാക്ടിക്കൽ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ട ലാബായി, അപ്പുറത്തെ കൊച്ചു കുട്ടികൾക്ക് മുതൽ വായിച്ച് വളരാൻ വേണ്ടിയുള്ള ലൈബ്രറിയായി, കെട്ടിടമായി. അപ്പോൾ നമുക്കിത് തന്നിരിക്കുന്നത് ജെസ്സി അലക്സ് ആണ്, പഞ്ചായത്ത് മെമ്പറാണ്. അപ്പം 25 ലക്ഷം രൂപയുടെ ഫണ്ട് അനുവദിച്ച് ഞങ്ങൾക്ക് വേണ്ടി ലാബും ലൈബ്രറിയും തന്ന് ഞങ്ങൾ സഹായിച്ച് ഞങ്ങളുടെ ഇനിയും വരുന്ന കുട്ടികൾക്ക്, ഇനിയും വരുന്ന തലമുറയ്ക്ക് പഠിക്കാനും വായിക്കാനും പഠിക്കാനും എല്ലാ കാര്യങ്ങളും പ്രചോദനമായ മെമ്പർക്കും പിന്നീട് ഭാരവാഹികൾക്കൊക്കെ നന്ദി പറയുന്നു. ഈ സ്കൂളിൽ പഠിക്കുന്നത് എനിക്കൊരു അഭിമാനമുണ്ട്. സർക്കാർ സ്കൂൾ അന്നത്തെ ഇതില്ല, പഠിപ്പിക്കുന്നതെല്ലാം നല്ലതാണ്, നല്ല അഭിമാനം തോന്നുന്നു. അടുത്ത പറയുന്നത് റാന്നി ടൗണാണ്. അവിടെ പോയി പഠിക്കാനാണെങ്കിലും ബസ് സൗകര്യം അങ്ങനെ സമയത്തുള്ള ബസ്സോ സൗകര്യങ്ങളോ ഒന്നും ഞങ്ങൾക്കില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഈ സ്കൂളാണ്. അപ്പോൾ ഈ സ്കൂളിൽ നിന്ന് വിദ്യ പകർന്നു തന്നുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ഏറ്റവും ദൂരെ നിന്ന് വന്ന് ഞങ്ങൾക്ക് വേണ്ടി ഇത്ര സ്ട്രെയിൻ എടുത്ത് ഞങ്ങളുടെ ഒപ്പത്തിൽ നിന്ന് പഠിപ്പിക്കുന്നതാണ് അപ്പത്തെ സാർ, ഞങ്ങളുടെ ഹയർ സെക്കൻഡറിയിലെ സാറുമാരായാലുമാണ്. അപ്പോൾ ഇത്രയും വികസനം ഇനി ഞങ്ങൾക്ക് വേണ്ട ഒരു സ്കൂൾ ബസ് കൂടിയാണ്, അതും കൂടെ ഞങ്ങൾക്ക് തന്ന് സഹായിച്ച് ഞങ്ങളുടെ ഈ സ്കൂള് ഇനിയും മുന്നോട്ട് പോവുക, കുട്ടികൾ കൊണ്ട് നിറയുക എന്നൊക്കെയാണ് ഞാൻ പറയുന്നത്.